ബഡ്ഡി മോട്ടോർ ഗാഡിയിലെ അങ്ങനെ തന്നെ കിടന്നോട്ടെ. റൈഡിയിലെ അത് മതി. ദേവദുന്ദുബി നമുക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. നമ്മൾ തലയാട്ടുന്നു, നമ്മൾ എൻജോയ് ചെയ്യുന്നു, കേൾക്കുന്നു, വീണ്ടും വീണ്ടും കേൾക്കുന്നു. ലിറിക്സ് പറയാൻ പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. അർത്ഥം എന്താണെന്ന് വെച്ചാലും ആർക്കും അറിയില്ല. പ്രേമക്കുടു എന്ന് പറയുന്ന വാക്ക് ഇത് നിങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്ത പ്രേമക്കുടു. അതിനൊരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ. ഇപ്പൊ കുട്ടിക്കുടിയെ എന്തോരുണ്ട്, ഒന്നുമില്ല, അർത്ഥമൊന്നുമില്ല. രണ്ടുപേര് പ്രണയത്തിലാകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന കുറെ വാക്കുകളുണ്ടല്ലോ. പാൽത്തു ജാൻവറേ, അത് അവരങ്ങനെ തന്നെ പ്രയോഗിക്കും എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ എഴുതുന്നത്. അതെ അതെ, എനിക്കത് കൊളോക്കിൽ കിട്ടിയാൽ മതി. എനിക്ക് വാക്കുകളിൽ അങ്ങനെ നിർത്തിച്ച് ആ എൻഡില് അങ്ങനെ പറച്ചില് പോലെ പാല് കറക്കമോ വാല് കറക്കണ പാൽത്തു ജാൻവറേന്നാണ് ആ പ്രയോഗം. പാല് കറക്കമോ വാല് കറക്കണ പാൽത്തു. അപ്പൊ നമ്മൾ പെട്ടെന്ന് പശുമ്പേ അതെത്തുകയാണ്. കാലാവധി കഴിഞ്ഞുറഞ്ഞിരിക്കണ വേദന സംഹാരി അശുഭമംഗളകാരി. അതും നിങ്ങൾക്ക് അവാർഡ് തരേണ്ടതായി. കാലാവധി കഴിഞ്ഞ വേദന സംഹാരി. അല്ല, വേദന സംഹാരി കാലാവധി കഴിഞ്ഞ ഒരു കാര്യമില്ല. വികർഷിക്കാൻ പറ്റുമെന്ന് തോന്നല്ല ചേട്ടാ. അവൾക്ക് ഭയങ്കര ഗ്ലാമറാണ്, ഒടുക്കത്തെ ഭംഗിയാണെന്ന് പറയുന്ന സമയത്താണ് ശ്യാമവർണ്ണ രൂപിണി കടോര ഭാഷ പ്രേമലേഖനം നിനക്ക് ഞാൻ തരുന്നു ശാരദ എന്ന് പാടുന്നത്. പ്രേമലേഖനം നിനക്കു ഞാൻ തരുന്നു ശാരദ. സുഹൈൽ കോയാണ് നമുക്കപ്പോൾ. ഹായ് സുഹൈൽ. മാത്യുവിനെ ശരിക്കും തണ്ണീർമത്തനിൽ ചേട്ടൻ ഉപദേശിക്കുന്നത് ആണും പെണ്ണും എന്ന് പറയുന്ന ഇരുമ്പും കാന്തവും ഒക്കെ പോലെയാണ്. കാന്തങ്ങൾ ആകർഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ വികർഷിക്കാനാണ് പഠിക്കുന്നത് പറയുമ്പോൾ മാത്യു പറയും മാത്യുവിനെ പറ്റുമെന്ന് തോന്നല്ല ചേട്ടാ, അവൾക്ക് ഭയങ്കര ഗ്ലാമറാണ്, ഒടുക്കത്തെ ഭംഗിയാണെന്ന് പറയുന്ന സമയത്താണ് ശ്യാമവർണ്ണ രൂപിണി കടോര ഭാഷ പ്രേമലേഖനം നിനക്ക് ഞാൻ തരുന്നു ശാരദ എന്ന് പാടുന്നത്. ഒരു പഴയ വരിയെ അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ മ്യൂസിക് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു ഹാസ്യ രൂപേണ അത് അവതരിപ്പിക്കാൻ പറ്റിയെന്ന് പറയുന്നത്. ഇതിൻ്റെ മാജിക് ഉണ്ട്. ഈ മാജിക്കിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല. ഈ പ്രോസസ്സ് തലയ്ക്കകത്ത് നടക്കുമ്പോൾ ഈ പറയുന്ന പോലെ സുഹൈൽ ആധുനിക കാലഘട്ടത്തിൽ ഈ പല വാക്കുകളും സർക്കാസമായിട്ട് ഉപയോഗിക്കുമ്പോഴും രസമാണ്. ഇത് പല രീതിയിൽ വായിക്കാം. ഇത് അതിൻ്റെ സ്ട്രെയിറ്റ് അർത്ഥം എടുക്കാം. പക്ഷേ ആ സിനിമയിൽ ശരിക്കും അതൊരു തമാശ പാട്ടായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ അർത്ഥവും എടുക്കാം. ഈ രണ്ട് രീതിയിൽ തന്നെ ഇത് വരുമെന്നുള്ളത്, ഇതെല്ലാം കൂടെ ചേരുന്ന കോംബോ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ചോദ്യം. അതാണ് ഇതൊന്നും ഇപ്പൊ പറഞ്ഞ പോലെ രഞ്ജിഷ് ഭായ് പറഞ്ഞ പോലെ ഇതിന് ക്രാക്കയിലാണ് പാട്. ഇത് ഒരു വളിപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിപ്പോവാൻ ഭയങ്കര എളുപ്പമാണ്. ബോറടി അല്ലെങ്കിൽ ഇവരെന്താണെന്നുള്ളൊരു സ്ഥലത്ത് എത്തുക. അതേ സമയം തന്നെ ഇത് ഓവർ ഡൂ ചെയ്യാനും എളുപ്പമാണ്. ഇതിന്റെ ഇടക്കത്തുള്ള ഒരു ഫൈൻ ലൈനാണ് അത്. ഈ ഹാസ്യം പോലെ തന്നെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഹാസ്യത്തിന്റെയും ടെക്നീക്ക് അതാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളിക്ക് ഉള്ള, അതായത് ഇപ്പോഴത്തെ യങ് ജനറേഷനും കൂടെ ഉള്ള നമ്മളുടെ പ്രണയമാകട്ടെ വിരഹമാവട്ടെ എന്താണെങ്കിലും ആ വികാരങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനൊരു പാടുണ്ട്. അതെനിക്കില്ല എന്ന് പറയുന്നതിലാണ് കൂടുതൽ ഒരു തൻ്റെ ഇടം തോന്നിക്കുന്ന രീതിയിൽ. അപ്പോൾ ഈ പ്രണയം പറയുമ്പോൾ അല്ലെങ്കിൽ ക്രിഞ്ച്, പെട്ടെന്ന് ക്രിഞ്ചാന്ന് പറയും ഒറ്റയടിക്ക്. വിരഹം പറയുമ്പോഴും അത് തന്നെ, ഇവനെന്ത് ഇത്ര കരയാൻ, എന്ത് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഒരു ലൈൻ ഇപ്പോൾ ഷാംപുഷ്കരനൊക്കെ ചെയ്യുന്ന പോലെ അതൊന്ന് കരഞ്ഞാൽ തീരാവുന്നതേ ഉള്ളടി എന്ന് പറഞ്ഞ് അമ്മ ആശ്വസിപ്പിക്കുന്ന മകൾ ആ പ്രണയത്തിൻ്റെ സ്ഥാനത്തെ. അതിന് ഒരു ഡെപ്ത് ഉണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെയും ഈ മിഡിൽ ക്ലാസിൻ്റെ ഒരു പ്രാഗ്മാറ്റിസവും കൂടെ ഉണ്ട്. മിഡിൽ ക്ലാസ്സിന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ. നമ്മൾക്ക് ഒരു പ്രായമെത്തുമ്പം ഗൾഫിൽ പോയിക്കോ, ബാംഗ്ലൂർ പോയിക്കോ, അല്ലെ ബോംബെ പോയിക്കോ, ജോലി ചെയ്തോ. അപ്പോൾ ഇവിടുത്തെ പ്രണയം അല്ലെ എന്താണെന്ന് വെച്ചാൽ അത് പറിച്ച് നടേണ്ടി വരുന്ന ഒരവസ്ഥയിൽ മിഡിൽ ക്ലാസ്സിന് കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. അപ്പം നമ്മുടെ എഴുത്തിലും ഞാൻ അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് കാരണമായതുകൊണ്ട് അങ്ങനത്തെ നമ്മുടെ എഴുത്തിലും പ്രണയം പറയുമ്പോൾ തന്നെയും അതിനകത്ത് നമ്മളും സ്വയം കളിയാക്കുകയും ചെയ്തുകൊണ്ട് തന്നെ പറയുമ്പോൾ അത് കുറേ പേരിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പേർക്ക് അത് കണക്റ്റ് ആവും. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ ഇമേജറികൾ വെക്കുക. നിന്റെ മുന്നിൽ അന്ന് വീണ ചുവന്ന പന്തെടുക്കുവാൻ. അപ്പം ഞാൻ ആ ഭിത്തി കയറിയപ്പോൾ എൻ്റെ ദേഹം ഒരഞ്ഞ് ആ പാടം അവിടെ കിടക്കുന്നു. ആ ചുവന്ന പന്ത് ഒരു ക്രിക്കറ്റ് ബോൾ എന്നുള്ള നേരത്തെ പറഞ്ഞ രഞ്ജിഷ് ഭായ് പറഞ്ഞ സിമ്പിൾ അർത്ഥത്തിൽ ഇരിക്കുമ്പോൾ തന്നെയും അത് അവൻ്റെ ഹൃദയവും കൂടെയാണ്. അത് നിന്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ തിരിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ നെഞ്ചത്ത് വീണ പാടാണ് ആ മതലിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്ന പോലെ. അപ്പൊ എന്ന് പറയുന്ന ഒരു ഡീപ്പർ മീനിങ്ങിൽ അത് അവിടെ വിൽക്കുമ്പോൾ തന്നെയും പക്ഷെ എനിക്കത് അങ്ങനെ പറയാൻ ചമ്മലാണ്. എനിക്കതങ്ങനെ ധൈര്യപൂർവ്വം പറയാൻ പാടാണ്. ഇന്നെൻ്റെ കൽബിലെ ചെന്നിണം കൊണ്ടൊരു മംഗല്യ മൈലാഞ്ചി എന്ന് യൂസുഫ് അലി സാഹിബ് പറയുമ്പോൾ മനോഹരമാണ്. എനിക്കത് പറയാനുള്ള ധൈര്യമില്ല. ഇന്ന് പാടാണ്. അതെനിക്ക് അതാണ് ഇപ്പം അനുരാഗ ലോല ഗാത്രി വരവായി നീലരാത്രി ഇത്ര മനോഹരമാണ്. പക്ഷേ
ആ സ്പേസ് ഇന്നില്ല. ഇപ്പൊ റഫീഖ് സാറ് ചെയ്യും, പക്ഷേ അപ്പൊ പടങ്ങളുടെ നേച്ചറും കൊണ്ട് അങ്ങനത്തെ ആണല്ലോ. അങ്ങനത്തെ പടങ്ങളിൽ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഷൂട്ട് ചെയ്തത്, അങ്ങനത്തെ സംഗീതം ബിജിയേട്ടനൊക്കെ ചെയ്യുന്ന പോലെ നല്ല സംഗീതം അവിടെ ഇതിന് സ്പേസ് ഉണ്ട്. പക്ഷെ അത് ചുരുങ്ങി വരുവാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എൻ്റെ അടുത്ത് കൂട്ടുകാർ പറയും, അവിടെ എന്താണ് അങ്ങനത്തെ പാട്ടൊന്നും ഇപ്പൊ ആരും എഴുതാത്ത, നിങ്ങൾക്ക് എന്താ അത് ട്രൈ ചെയ്തു ഇവിടെ. അപ്പൊ സിനിമയിലും അങ്ങനത്തെ ഇതില്ലല്ലോ, സ്പേസ് ഇല്ല. സിനിമ കംപ്ലീറ്റ്ലി മാറി. കംപ്ലീറ്റ്ലി മാറി. ഒന്നെങ്കിൽ ഫണ്ണ്, അല്ലെങ്കിൽ ഭയങ്കര ആക്ഷൻ, അല്ലെങ്കിൽ ക്രൈം ത്രില്ലറുകൾ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ത്രില്ലറുകൾ, അല്ലെങ്കിൽ ഭയങ്കര പരീക്ഷണ ചിത്രങ്ങൾ. ഇവിടെ എവിടെയാണ് നമുക്ക് അങ്ങനെ ഒരു മെലഡി ഇൻകോർപ്പറേറ്റ് ചെയ്യാനും അതിൻ്റെ ഒരു സ്പേസ്. പിന്നെ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ലാൽ ജോസ് സാറിനെയൊക്കെ പോലുള്ള ആൾക്കാർ പാട്ട് ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഒരു കലയായിരുന്നു. പാട്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമായിട്ട്, പണ്ട് അങ്ങനെ ഒരു ജോൺറ തന്നെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇപ്പം ദൂരെ കിഴക്കു ദിക്കിൽ അതൊക്കെ ഒരു നമ്മൾ വിചാരിക്കുക. അപ്പോൾ പ്രിയദർശൻ സാറൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കാളവണ്ടികൾ പോകുന്നുണ്ടാവും, ലൈറ്റുകളുണ്ടാവും, ഡാൻസ് കളിക്കുന്ന സ്ത്രീകളുണ്ടാവും. ഇപ്പോൾ കുട്ടികാലത്തൊക്കെ ഞാൻ വിചാരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെന്ന് വിചാരിക്കും. രാജസ്ഥാനിലൊക്കെ പോയാൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും ചുമ്മാ ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇമാജിനേഷൻ സോങ്, അത് ഇന്ത്യൻ ഇമാജിനേഷൻ ആണല്ലോ. ഇന്ത്യക്കാർ മാത്രം കണ്ടെത്തിയ നമ്മുടേതായിട്ടുള്ള ഒരു, നമ്മൾ ഹോളിവുഡിന്റെ കോപ്പി ഒന്നുമല്ല, നമ്മുടേതായിട്ടുള്ള ഒറിജിനൽ സ്വഭാവമുള്ള ഒരു കളേഴ്സും അതിൻ്റെ ഒരു പാട്ട് സീക്വൻസ്. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ലാലു സാറിനൊക്കെ ശേഷം പിന്നെ അങ്ങനെ പാട്ട് ഇപ്പം ലിപ്പുമില്ല, അങ്ങനെ ഒരു ഷൂട്ട് ചെയ്യാൻ എക്സ്ട്രാ ഓർഡിനറിലി മാറ്റി നിർത്തി ഷൂട്ട് ചെയ്യേണ്ട ആവശ്യവും ഇല്ല റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ആ സ്പേസും കുറഞ്ഞു. പല്ലുട്ടി 90 കിഡ്സ് ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ട്. ചില റൈറ്റപ്സ് കണ്ടു, പടം കാണാൻ പറ്റിയില്ല. ഓക്കെ, സാധനം ഇപ്പം ആളുകളോട്ട് കണക്ട് ആവുന്നുണ്ട്. ഒരു പഴയ ഒരു നൊസ്റ്റാൾജിയ എലമെന്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒരു സൗഹൃദത്തിന്റെ കഥയാണ്. അപ്പം ആളുകൾക്ക് ക്ലിക്ക് ആവുന്നത് സന്തോഷം. കട്ടനിട്ട് മുത്തി കുടിക്കുമ്പോൾ എന്താണ്, ആറ്റിയിട്ട് മിച്ചം പകുക്കുമ്പോ ഉപ്പ കാണാതെ ഉമ്മറ മുറ്റത്ത് ഉച്ചയ്ക്ക് നല്ലൊരു മുല്ല വിരിഞ്ഞു, പൊട്ടി വീണ് തിണ്ണ നിറഞ്ഞു. പൊട്ടി വീണ് തിണ്ണ നിറഞ്ഞു. ആ പൊട്ടി വീണ് തിണ്ണ നിറഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ സുഹേലിന് ഷേക്കിൻ്റെ ആ ഒരു വിഷ്വലില്ലേ, പൊട്ടി വീണ് തിണ്ണ നിറയുമ്പോൾ എങ്ങനെയായിരിക്കും മുല്ലപ്പൂവിന്ന് ഇങ്ങനെ വിതറുന്നത്. ആ വിഷ്വലൈസേഷനാണ് ഒരു പക്ഷേ അതിനകത്ത് ഏറ്റവും രസമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. 4ാം തര സ്കൂള് കഴിഞ്ഞ് 4 മണി ബാങ്ക് കഴിഞ്ഞ് കട്ടനിട്ട് മുത്തിക്കുടിക്കുമ്പം ആറ്റിയിട്ട് മിച്ചം പകുക്കുമ്പം ഉപ്പ കാണാതും മരമുറ്റത്ത് ഉച്ചക്ക് നല്ലൊരു മുല്ല വിരിഞ്ഞ് പൊട്ടി വീണ് തിണ്ണ നിറഞ്ഞ്. ശരിക്കും അതിനകത്ത് ഒരു മാപ്പിളപ്പാട്ടിനെ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് സങ്കല്പിക്കാൻ ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു ജോൺറാണ്. കാരണം അതിൽ കാണിക്കുന്ന ഒരു മുസ്ലിം കുട്ടിയും അവരുടെ ഒരു കൾച്ചറും അങ്ങനത്തെ ഒരു പരിസരമാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയതും. പക്ഷെ അതിനകത്തൊരു ഒരു കുട്ടികളുടെ പ്രണയം എന്ന് പറയുന്നത് ശരിയല്ലാന്ന് എനിക്ക് തോന്നുന്നു, തീരെ കുട്ടികളാണ്. പക്ഷെ ഒരു ഇഷ്ടം അതിൻ്റെ അകത്തെങ്കിൽ നമ്മളൊരു പ്രീ ടീൻസ് ആകുമ്പോൾ ഉള്ള ഒരു ചെറിയ കള്ളത്തരങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട്. ഇപ്പം ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ സിനിമയിൽ ആദ്യമായിട്ട് ഉമ്മ വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും എന്നൊക്കെ സംശയമുള്ള പ്രായം, ബബിൾക്ക് നിന്നാൽ മരിച്ചു പോകും എന്നുള്ള പ്രായമാണ്. അപ്പം അങ്ങനെയുള്ള ആ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇപ്പം ഉച്ചയ്ക്ക് മുല്ല വിരിയാറില്ലല്ലോ. അപ്പോൾ ഒരു കള്ളത്തരമാണ് ആ മുല്ല. അത് ഉപ്പ കാണാതെ എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരിക. അതിൻ്റെ കള്ളത്തരം കുറച്ചുകൂടി എവിഡൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് ഉച്ചയ്ക്ക് അതിലൊരു വൈകുന്നേര സമയത്ത് ഒരാളെ കണ്ടു. അയാളെ കണ്ടപ്പോൾ ഉള്ളിലൊരു ഉള്ളു മൊത്തം നിറഞ്ഞു പോയ മുല്ലപ്പൂ വീണ് കിടക്കുന്നത് പോലെ പരിസരം മനോഹരമായ ഒരു ചിന്ത വന്നു. അപ്പം ഞാൻ അപ്പോഴെങ്കിലും ഇവരടുത്ത് പറഞ്ഞു, ഹനാൻ എന്ന് പറഞ്ഞ പുള്ളിയെ പാടിക്കുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ മലബാറി മാപ്പിളപ്പാട്ടുകൾ അങ്ങനത്തെയൊക്കെ ഭയങ്കര രസമാണ്, ഭയങ്കര ക്രൗഡ് ഫോളോയിങ്ങുള്ള മനുഷ്യൻ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വരി എഴുതിയിട്ട് മണികണ്ഠനെ അയച്ചു കൊടുത്തു. എന്നിട്ട് ട്യൂൺ ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ ഇച്ചിരി കണ്ടന്റ് വൈസ് നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി. നമ്മൾ ട്യൂണിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ വരുമ്പോൾ അതൊരു പാടാണല്ലോ, സ്ഥിരമുള്ള ഒരു ചലഞ്ചാണത്. അപ്പം ഞാൻ അങ്ങനെ ഒരു വഴി എഴുതി. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ട്യൂൺ. അപ്പം ഇവൻ പറഞ്ഞിട്ട് അതിനൊരു മാപ്പിളപ്പാട്ടിൻ്റെ ചോ തന്നെ സിമ്പിൾ ഒരു ലൈൻ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞു. മണികണ്ഠൻ ഹേപ്പയുടെ അവസാനം ഞാൻ അഞ്ചക്കള കോക്കാൻ കണ്ടപ്പോൾ ഉണ്ടല്ലോ, അപാരമാണ്. എന്നെ വർക്ക്, സൂപ്പർ വർക്കാട്ടോ, സൂപ്പർ. ഞാനിങ്ങനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചത്, നമ്മൾ ഈ 2 തരത്തിൽ കെട്ടിപ്പിടിക്കാം. ഒന്ന് സാധാരണ ഒരു ഒഫീഷ്യൽ, ഇതങ്ങനെയല്ല, ഇത് വേറെ വഴിയൊന്നുമില്ല, നമ്മൾ തൃപ്തി എഴുന്നിട്ട് നമുക്കത് പ്രകടിപ്പിച്ചേ പറ്റൂ. അതെ. അപ്പോൾ ഞാൻ ലുക്മാനെയും എല്ലാവരും ഓടിച്ചിട്ട് കെട്ടിപ്പിടിച്ചു. കാരണം എന്താ പറയുക, ഇത് മാറില്ല, അത്രയ്ക്ക് രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കനവ് സോങ്ങിൽ
ആദ്യം ഇപ്പോൾ സുഹൈൽ എടുക്കാത്ത ഒരു രീതിയാണ് രീതിയാണ് കനവ്. ശരിക്കും അത്തരത്തിലുള്ള പാട്ടുകൾ സുഹൈൽ പൊതുവിൽ എഴുതാറില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് മണികണ്ഠന്റെ മ്യൂസിക് ഇങ്ങനെ കയറി വരുമ്പോൾ കുഴപ്പമില്ല, സുഹൈലിന് കുറച്ചുകൂടെ യോജിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ആ പാട്ട് കനവ് ട്രീറ്റ് ചെയ്തേക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി സുഹൈൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പാട്ടും ചെയ്യണം. അല്ല, അത് കറക്റ്റാണ്. ഇപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ എനിക്കതിൻ്റെ എൻ്റെ ഒരു വീക്ക് ഏരിയ ആണത്. അപ്പം നമ്മളത് പ്രാക്ടീസ് ചെയ്താണല്ലോ ഇത് തെളിയുക എന്നുള്ളത്. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് ഇങ്ങനത്തെ പാട്ടുകൾ വരുമ്പോൾ ഞാൻ അപ്പോഴേ ഔട്ട്റൈറ്റ് റിജക്റ്റ് ചെയ്യും. ഞാൻ പറയും ഞാൻ എഴുതുന്നില്ല, വേറെ ആരെങ്കിലും എഴുതട്ടെ, അത് എൻ്റെ ഒരു ജോൺറ അല്ല. അപ്പം ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ മ്യൂസിക് ഡയറക്ടർമാർക്ക് അറിയാം, അതുകൊണ്ട് എനിക്കാരും അങ്ങനത്തെ പാട്ട് തരാറുമില്ല. വളരെ കുറച്ചാണ് ഇതാണ്. പിന്നെ ഇപ്പം പല്ലുട്ടി നമ്മുടെ ഹോം പ്രൊഡക്ഷനാണ്, സാജിദിൻ്റെയൊക്കെയാണ്. അപ്പോൾ എല്ലാം നമ്മൾ തന്നെ എഴുതണം, ഇതാണ് അത് നിർബന്ധമാണ്. അപ്പോഴത്തേക്കും ഇത് കേട്ടപ്പോഴേ എനിക്കിത് കുറേ സമയം എടുത്തു. എനിക്ക് എസ്പെഷ്യലി എനിക്ക് യൂസ് ചെയ്ത അല്ലെ ആവർത്തിച്ച് മറ്റു പാട്ടുകളിൽ വരുന്ന വാക്കുകൾ വെക്കുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ള ഒരു കാര്യം. എനിക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ വാക്ക് കൊണ്ടുവരിക, പുതിയൊരു ഐഡിയ വെക്കുക, പുതിയൊരു തോട്ട് പ്രോസസ്സ് അതിനകത്ത് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈവൻ ദോ ആ പാട്ട് ഹിറ്റൊന്നും ആയില്ലെങ്കിൽ കൂടെയും ഞാൻ ഷോർട്ട് ഫിലിംസിന് വേണ്ടി വർക്ക് ചെയ്യാറുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ചെറിയ അങ്ങനെയൊന്നും അധികം നോട്ടീസ് ചെയ്യപ്പെടാത്ത പാട്ടുകൾ ഞാൻ എഴുതും. പക്ഷേ ആസ് ലോങ് ആസ് എനിക്ക് അതിൻ്റെ ഒരു സ്പേസ് കിട്ടിയാൽ എൻ്റെ ഒരു ക്രിയേറ്റീവ് സാധനം കാണിക്കാനുള്ള ഒരു സന്തോഷമുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോൾ രജനീഷ് ഭായി പറഞ്ഞാൽ കറക്റ്റാണ്. ഇത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയും കൂടെ ആണല്ലോ. അതെ, അപ്പോൾ അതിന് സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്ലേ ബാക്ക് സിംഗിങ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വളരെ സേ കുറവാണ്. നമ്മൾ ആ പടത്തിന് വേണ്ടി, ആ ക്യാരക്ടർക്ക് വേണ്ടി നമ്മൾ വേറൊരാളായി മാറിക്കൊണ്ട് എഴുതുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ അകത്ത് ഈ ലിറിക്സ് കവിതയിൽ നിന്ന് വിഭിന്നമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ഐഡന്റിറ്റിയേക്കാൾ ഉപരി കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റി കൂടുതൽ യോജിച്ച് പറയുക. നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ പറയണ്ടായിരുന്നു ഈ നിലാവും കിനാവും ഒക്കെ എഴുതുന്ന കാലം കഴിഞ്ഞു എന്ന് പറയുന്നത്. പക്ഷെ ചില സമയത്ത് അതാണ് ഞാൻ ഓർക്കുന്നത്. ഈ ആസ് എൻ ഇമേജറി നമുക്കതിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം നിലാവ് എക്സിസ്റ്റ് ചെയ്തു, മനുഷ്യനുള്ള കാലത്തോളം നിലാവ് ഉണ്ടാവും. അപ്പം അതിനെ എങ്ങനെ തേങ്ങാപ്പൂളായിട്ട് ഭാസ്കരൻ മാഷ് കാണേണ്ടതുപോലെ, ഒരു പെൺകുട്ടിയുടെ മുഖമായിട്ട് കവികൾ കാണുന്നത് പോലെ, പ്രത്യാശയുടെ ചിഹ്നമായിട്ട് കാണുന്നത് പോലെ തന്നെ. അപ്പം ഞാൻ ഒരു പാൽത്തൂജാൻ പറഞ്ഞ സിനിമയ്ക്ക് അമ്പിളിരാവും മങ്ങണവാവും മാറി 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 മറിയണ തൊട്ട്, അപ്പൊ എനിക്കതൊരു ടോസ് ഇട്ട ഒരു കോയിൻ പോലെ തോന്നി. മേളിൽ പോയിട്ട് അതിങ്ങനെ മാറി മാറി ഇടക്ക് ചെറുതാവും വലുതാവും അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന. അപ്പൊ എനിക്ക് ടോസിങ് എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റിന്റെ ഒരു എലമെന്റ് പെട്ടെന്ന് അതിലേക്ക് തോന്നും. അപ്പം ഇങ്ങനെ മാറാം നമുക്ക് ഈ നിലാവിനെ തന്നെ അങ്ങനെ കൊണ്ടുപോവാം. ഇപ്പൊ ഇരുളിൽ പൊതിഞ്ഞ നിലാവ് കണ്ട് എന്ന് ഞാൻ തന്നെ ഹിജാബി എന്ന് പറയുന്ന പാട്ടിലെഴുതി. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇങ്ങനെയാണ് അതിനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്ഥിരം പരിപാടിയിൽ നിന്നൊന്നും മാറി ചിന്തയെങ്കിലും പുതുമ കൊണ്ടുവരാം. വാക്ക് ചിലപ്പോൾ പഴയതായിരിക്കാം, പക്ഷെ ചിന്തയെങ്കിലും നമുക്ക് പുതുമ കൊണ്ടുവരാം. ഈ 4-ാം തരം ക്ലാസ് കഴിഞ്ഞ് 4 മണി ബാങ്ക് കഴിഞ്ഞെന്ന് പറയുമ്പോൾ എനിക്ക് ആ ജാതിക്ക തോട്ടം ഇല്ലേ, അതിൻ്റെ ഒരു സിംപ്ലിസിറ്റിയാണ്. അന്ന് യഥാർത്ഥത്തിൽ ആ ഒരു വിഷ്വലൈസേഷനെ നമ്മൾ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തത് പുതിയ കാലഘട്ടമാണ് ഏറ്റെടുക്കുന്നത്. പക്ഷേ അത് ഏറ്റെടുത്തതിന് അതിൻ്റെ ഒരു സിംപ്ലിസിറ്റി ഉണ്ട്. ഈ വരികളിലും പല്ലുട്ടിയിലെ ഈ വരികളിലും ഒരു സിംപ്ലിസിറ്റി ഉണ്ട്. കഥ നന്നായിട്ട് പറയുന്നുണ്ട്, മുല്ലപ്പൂ വിതറുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിഷ്വലൈസേഷൻ ഒരു പവർ ഉണ്ട്. അത് ഭയങ്കര ഒരു ഭാഗ്യവും കൂടിയാണ്. അത്തരം വിഷ്വൽസ് നമുക്ക് ആ സമയത്ത് കിട്ടുക എന്ന് പറയുന്നത്. അതാണ് ഇതൊരു ടീം വർക്കാണല്ലോ. ഇത് ഒന്നാമത്തെ കാര്യം, നമ്മളിത് എഴുതിയാൽ മാത്രം പോരാ, മ്യൂസിക് ഡയറക്ടർക്ക് ഇഷ്ടപ്പെടണം, അവരുമായിട്ട് അത് നല്ലൊരു ടോണിലേക്ക് വരണം, പിന്നെ അത് ഡയറക്ടറെ കൺവിൻസ് ചെയ്യണം, പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അത് ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള കോസ്റ്റ്യൂം മറ്റു കാര്യങ്ങൾ വേറെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇതാവണം. ഇതെല്ലാം കഴിഞ്ഞ് അത് നല്ലൊരു പാട്ടുകാരനെ കണ്ടെത്തി നല്ല പ്രോഗ്രാമിംഗ് സൈഡിൽ വന്ന് നല്ലൊരു ലേബലിൽ വന്ന് ആ ലേബൽ അതിൻ്റെ അവരുടെ നല്ലൊരു യൂട്യൂബ് ചാനലിലിട്ട് അത് മാക്സിമം റീച്ച് കൊടുത്ത് ഇത്രയും പ്രോസസ്സിലാണ് ഇത് ഹിറ്റ് ആവുക. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് എഫേർട്ട് ആണല്ലോ. ഭയങ്കരമായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഒരു പാട്ട് ഹിറ്റാകാൻ. ഇപ്പോൾ പണ്ട് നമ്മൾ FM ഇല്ല, റേഡിയോ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കാസറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ആവർത്തിച്ച് കേൾക്കാനുള്ള ഒരു അവസരം ഉള്ളതുകൊണ്ട് നമ്മൾ പാട്ടുകൾ കൂടുതൽ ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ പണ്ട് കാലാപ്പാനിയിലേക്ക് ഒരു കാസറ്റ് വാങ്ങിച്ചു, അതിൽ എല്ലാ പാട്ടുകളും കേട്ടു, അതിൻ്റെ ഡയലോഗുകൾ കാണാതെ പഠിച്ചു. ആദ്യം പറയുന്നു പ്രഭു പറയുന്നു, ശ്രീനിവാസ സാർ പറയുന്നു. അപ്പം ഇത് ആവർത്തിച്ച് കേൾക്കുന്ന ഒരു അവസരം ഇപ്പം ഇല്ലല്ലോ. ഇപ്പോൾ കണ്ടന്റ് അതിനും മാത്രം ഉണ്ട്. യൂട്യൂബിലാണെങ്കിലും പല പല ഭാഷകളിലെ കണ്ടന്റ് ഉണ്ട്, അന്താരാഷ്ട്ര കണ്ടന്റുകളുണ്ട്, റീലുകളിലുണ്ട്, പഴയ പാട്ടുകൾ റീമിക്സ് വെർഷൻ വരുന്നുണ്ട്, പിന്നെ പുതിയ ഇൻഡിപെൻഡന്റ് മ്യൂസിക് സൈഡുകൾ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഇടക്ക് നിന്നിട്ട് ഇത് എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞ് കൈവക്കി കാണിക്കുക എന്നുള്ളൊരു പരിപാടി. 90s കിഡ്സ് പറഞ്ഞ പോലെ കിഡ്സിന് വേണ്ടിയിട്ട് പാട്ട് എഴുതുമ്പോൾ മണ്ടി നടക്കും പാൽത്തു ജാൻവറേ എന്ന് പറയും. പാൽത്തു ജാൻവറേ എന്നാണ്, പാൽത്തു ജാൻവറേ. അതെ, ജാൻവറേ. അത് അവരങ്ങനെ തന്നെ പ്രയോഗിക്കും എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ എഴുതുന്നത്. ഇല്ലെങ്കിൽ കടിക്കുമായിരുന്നു.
പക്ഷേ പാൽത്തു ജാൻവറേ എന്ന് അതെ പറയുന്ന അതെ 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 cuteness ഇല്ലേ? അതെ 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 കുട്ടികളെ കൊണ്ട് പാടിക്കുമ്പോൾ എസ്പെഷ്യലി ഇവർ ഈ ക്ലിക്കിലൊന്നും പാടില്ല, അവരവിടെ ഇവിടേക്ക് ആയിരിക്കും പാടുക. ചില സ്ഥലങ്ങൾ അടിപൊളിയായിരിക്കും, ചില സ്ഥലങ്ങൾ വീക്കായിരിക്കും. അപ്പം ഇതൊരു ഭയങ്കര പാടാണ്. അപ്പോൾ ജസ്റ്റിൻ്റെ അടുത്തൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പാടിക്കാൻ പറയും, എന്നാൽ നീ കുട്ടികളെ കൊണ്ടുപോവാ, എനിക്ക് വയ്യ ഇത്, അങ്ങനത്തെ ഒരു കോൺവെർസേഷനിൽ വിടുമോ. കാരണം ഇതിൻ്റെ ഒരു പാട് സംഗതിയുടെ ഒരു പാടാണ്. പക്ഷേ അപ്പം ഇപ്പം അമ്പട കൊമ്പുള്ള പശുമ്പ എന്ന് പറയാൻ, ഇതൊരു പ്രായമായാൽ പറഞ്ഞാൽ കൂവും. അപ്പം അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതാണ് ഒരു കുട്ടിയുടെ ഒച്ച, അല്ലെങ്കിൽ നമ്മളൊരു സ്ത്രീയുടെ ഒച്ച, അല്ലെങ്കിൽ വൈക്കം വിജയലക്ഷ്മി ചേച്ചിനെ കൊണ്ട് നമ്മൾ വേറൊരു ടോണിൽ പാടിക്കുന്നു, ജാസി ഗിഫ്റ്റ് ചേട്ടനെ കൊണ്ട് വേറൊരു ടോണിൽ കൊണ്ട്. ഈ ടോൺ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മൾ അവതരിപ്പിക്കാൻ വരുന്ന ആ സാധനത്തിന് അതേ പാക്കേജിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിനൊരു സീരിയസ് സൗണ്ട് കൊടുക്കുകയും സീരിയസ് ഇതെല്ലാം പാടും. അപ്പോൾ ബോധപൂർവ്വം ഇരുന്നിട്ട് അപ്പം ഇതിൻ്റെ എഡ്ജുകൾ ഞാനിപ്പോൾ എൻ്റെ പാട്ട് മിക്കതും എടുത്താൽ മതി, ഞാനപ്പോൾ അതിനെ ഒരു പ്രൊണൗൺസിയേഷൻ ഒട്ടും പിടിക്കാറില്ല. എനിക്കത് കൊളോക്കിൽ കിട്ടിയാൽ മതി. എനിക്ക് വാക്കുകളിൽ അങ്ങനെ നിർത്തിച്ച് ആ എൻഡിൽ അങ്ങനെ പറച്ചിൽ പോലെ, നമ്മൾ എവറിഡേ കോൺവെർസേഷൻ പോലെ അധികം പോളിഷ് ചെയ്യാതെ ആ തുമ്പെല്ലാം ഇങ്ങനെ എന്നൊക്കെ കിടന്നോട്ടെ, മനസ്സിലായി, അങ്ങനെ തന്നെ പറഞ്ഞു പൊയ്ക്കോട്ടെ. ഇപ്പം ബഡ്ഡി മോട്ടർ ഗഡിയിലെ അങ്ങനെ തന്നെ കിടന്നോട്ടെ, ഗഡിയിലെ അല്ല റൈഡ് ചെയ്തില്ലേ റൈഡിയില്ലേ, അത് മതി. കാരണം ഞാൻ വിളിക്കുന്നത് ഇപ്പം ടെക്സ്റ്റിങ്, ഇപ്പം നമ്മൾ ടെക്സ്റ്റിങ് EVD എന്നിട്ട് നമുക്ക് എവിടെയാ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിന് ഒരു എവിടെയാണെന്നായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ ആ രണ്ട് അപ്പം നമ്മൾ എങ്ങനെയോ കുറച്ചൊരു എവല്യൂഷൻ സംഭവിച്ചു, നമ്മുടെ ഭാഷയ്ക്ക് ഒരു എവല്യൂഷൻ സംഭവിച്ചു. നമ്മളിനി പഴയ പോലെ പരത്തി പറയണ്ട, അറ്റവും മൂലയൊക്കെ പറഞ്ഞു കൊടുത്താൽ ആളുകൾക്ക് മനസ്സിലാവും. ഒരു സിനിമ ഡയലോഗ് പറഞ്ഞു കൊടുത്താൽ ആളുകൾക്ക് മനസ്സിലാവും ഇതാണ് കോണ്ടെക്സ്റ്റ് എന്ന്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മൊത്തത്തിൽ അങ്ങ് വരും, വേറെ ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ സിനിമ ഡയലോഗുകളാട്ടെ, റീലുകളുടെ ഡയലോഗുകളാട്ടെ, ഭാഷയും മാറി. ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് അത് മലയാളം വാക്കായി. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അങ്ങനെ വരണം എന്നാണ്. ഭാഷയുടെ വളർച്ച അങ്ങനെയാണ്. നമ്മൾ ഈ ശുദ്ധവാദം പിടിക്കുമ്പോൾ ഒരു പ്രശ്നം അതാണ്. ഇതിന് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പോർച്ചുഗീസ് വാക്കുകളാകട്ടെ, ഡച്ച് വാക്കുകൾ, ഇംഗ്ലീഷ് വാക്കുകൾ, അറബി, പേർഷ്യൻ, സാൻസ്ക്രിറ്റ് എല്ലാം പുറത്തെ ഭാഷകൾ എടുത്തിട്ട് നമ്മൾ മലയാളത്തിനെ വേറൊരു രീതിയിലാക്കാം. ചില സമയത്ത് അത് ഭയങ്കര രസമായിരിക്കും, അത് സെറ്റാവുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഇപ്പം രാഘവതീ രമ്യ ശരീരം ഭയങ്കര സംസ്കൃതിയിലോട്ട് പോകും. വിൺമലർ വല്ലി ദേവതുകൂലം മഞ്ജു കപോലം ഒന്നും മനസ്സിലാത്തില്ല. പിന്നെ പാലും തേനും എന്ന് പറയുന്ന സ്ഥലത്ത് മലയാളം വന്നു. പക്ഷേ അതവിടെ സെറ്റാണ്. അതിപ്പം ദേവദുന്ദുബി നമുക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. നമ്മൾ തലയാട്ടുന്നു, നമ്മൾ എൻജോയ് ചെയ്യുന്നു, കേൾക്കുന്നു, വീണ്ടും വീണ്ടും കേൾക്കുന്നു. ലിറിക്സ് പറയാൻ പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല, അർത്ഥം എന്താണെന്ന് വെച്ചാലും ആർക്കും അറിയില്ല. മെജോറിറ്റി ഒരുപാട് പേരുണ്ട്, ഞാൻ പറയണം. അപ്പം പക്ഷേ അത് ആ സംഗീതത്തിന് അത്രയും യോജിച്ചതും അത്രയും ചേർന്നതും കൊണ്ട് ഭാഷയെക്കാളും വലുതായി നിൽക്കുന്നത്, അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാളും വലുതായി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഫാസ്റ്റായിട്ട് എന്ന് പറഞ്ഞ പോലെ അത് ഭാഷയും ഗ്രാമറിനേക്കും. അപ്പം ഭാഷ എന്ന് പറയുന്നത് ഗ്രാമറാണ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകളല്ലല്ലോ, ഇതിനെ ചേർക്കാൻ ഉപയോഗിക്കുന്ന കണ്ണിയാണ് ഭാഷ. അത് മലയാളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മലയാളമായി. അതിപ്പം സ്പീഡിൽ പോയി വാ എന്ന് പറയുന്ന പോലെ തന്നെ അതിനെ കണക്ട് ചെയ്യുന്ന ഗ്രാമർ മലയാളമായി എന്നാൽ മാത്രം മതി. അപ്പം ഞാനും വിചാരിക്കുന്നു അപ്പം ഇനി അങ്ങനെ വരട്ടെ. അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ എവറിഡേ. പെട്ടെന്ന് നമ്മൾ സ്റ്റുഡിയോയിലോട്ട് കയറുമ്പോൾ മാത്രം ഹലോ പ്രിയപ്പെട്ടവരെ എന്നുള്ള സ്ഥലത്തോട്ട് പോകണ്ടല്ലോ. അതെ, എന്ത് വിധി ഇത് വല്ലാത്ത ചതി ഇത് ഓർക്കപ്പുറത്തൊരു പിന്നീന്നൊരു അടി ഇത് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ പാട്ടായി മാറിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ജാതിക്ക പോലെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ സുഹേലിനെ അറിയപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ജാതിക്ക തോട്ടമാണ്. എവിടെ പോയാലും നമ്മൾ അങ്ങനെ ഒരു മ്യൂസിക് ഇട്ടാൽ മതി, സുഹേൽ ആരാണെന്ന് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഓ അത് നിങ്ങളാണല്ലേ എന്ന് ചോദിച്ചാൽ മതിയാവും. അതേപോലെയാണ് എന്ത് വിധി ഇത്. അത് ശരിക്കും നമ്മളൊരു ആന്തം സോങ് പോലെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ആരും കൊണ്ട് എൻ്റെ പറഞ്ഞു ഇങ്ങനെ അപ്പോൾ ഒരു പുള്ളിക്കാരൻ എന്നു പറഞ്ഞു ഇങ്ങനെ എൻ്റെ മോള് ഇതുപോലെ എന്ത് ഇപ്പം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിലൊക്കെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലുള്ള കുട്ടി ഇങ്ങനെ അപ്പം തന്നെ പാടും ഇത് എന്ത് വിധി ഇത് എന്ന് പറഞ്ഞാൽ പാടും, അച്ഛനെ കളിയാക്കാൻ വേണ്ടിയിട്ട് സർക്കാസം പോലെ. അപ്പം ഞാൻ ആലോചിക്കുന്ന കുറേ ട്രോളുകളിൽ റീലുകളിൽ എപ്പോഴും എല്ലായിടവും ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനം എന്നുള്ള രീതിയിൽ. അപ്പം എനിക്കത് ഭയങ്കര അതൊരു സന്തോഷം തരുന്ന കാര്യമാണല്ലോ. കാരണം നമുക്കധികം എക്സാമ്പിളുകളില്ല ആ സിറ്റുവേഷനെ അഡ്രസ്സ് ചെയ്യാനുള്ള പാട്ടുകളുടെ രൂപത്തിൽ. അങ്ങനത്തെ ഒരു ഓക്വേർഡ് സ്ഥലം. അപ്പം
അതിന് പറ്റുന്ന ഒരു വരി എഴുതി അതിനൊരു മ്യൂസിക് ആക്കി അതിനെ പോപ്പുലർ ആക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഭയങ്കര സന്തോഷം തരും. അത് നമുക്ക് റീലുകളിൽ ഇപ്പോഴും കാണുമ്പോഴും നമുക്ക് സന്തോഷം തരും. ആളുകൾക്ക് അത് അഡ്രസ്സ് ചെയ്യാനൊരു സാധനമായി എന്ന് പറഞ്ഞു. ഇപ്പം വിനായകൻ്റെ പാട്ട്, ഇപ്പം ജാഡ എന്ന് പറഞ്ഞ പാട്ട്, അപ്പം അത് ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ചൊരു ഫോട്ടോ ഇട്ടുന്നതിൻ്റെ ജാളിത മറക്കാൻ ആ പാട്ട് അനുയോജ്യമാണ്. ജാഡ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഓൺ ചെയ്തു, അവനെ പ്രശ്നമില്ല. സ്വയം ട്രോളാകുമ്പോൾ സേഫാ, ആളുകൾ പിന്നെ നമ്മളെ താഴെ ഒന്നും തെറി പറയില്ല. പല ജോണേഴ്സിൽ പോയിട്ട് പാട്ട് എഴുതുമ്പോൾ ശേഷം മൈക്കിൾ ഫാത്തിമയിൽ അതിൽ എന്ന് തുടങ്ങുന്ന സാധനമുണ്ട്. അത് റാപ്പിന്റെ കുറച്ച് പോർഷൻസ്. ആ പോർഷൻസ് എഴുതുമ്പോൾ കുറച്ചുകൂടെ റാപ്പിലേക്ക് നീങ്ങി നിൽക്കുന്ന ഒരു സുഹൈൽ കോയെ കാണുന്നു. എനിക്കിഷ്ടമാണ്. ഇപ്പോൾ സുഹൈലിനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പം അശുഭമംഗളക്കാരി എഴുതുന്ന സമയത്ത് ഇതൊരു വിപ്ലവമാണ് ശരിക്കും. കാരണം ആ ശുഭമല്ല, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ നമ്മളിപ്പോൾ പോകുന്ന ആറ്റിറ്റ്യൂഡ് അല്ല ശരി എന്ന് ഇതിനകത്ത് വായിച്ചു നോക്കാൻ പറ്റും. സുഹൈൽ പറയാത്ത ചില റീഡിങ്സ് പോലും നമുക്ക്. അപ്പം അതേപോലെയാണ് ചില ജോണേഴ്സിൽ പോയിട്ട് സുഹൈൽ കൈവെക്കുമ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് അടുത്ത് നിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നുന്നു. ആ വഴിക്ക് എങ്ങനെ ഡിസ്കഷൻ എങ്ങനെ പോകുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോണറാണ് ഈ റാപ്പ് ജോണർ. അപ്പം അതിൽ മൾട്ടിപ്പിൾ ജോണർ ഉണ്ട്. നമുക്ക് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ എല്ലാം റാപ്പ് പോലെ തോന്നിയെങ്കിൽ കൂടെയും അതിൽ തന്നെ പല ഇപ്പം ഭയങ്കര അണ്ടർഗ്രൗണ്ട് സൗണ്ടിങ് ആയിട്ടുള്ള, സ്ട്രീറ്റ് സൗണ്ടിങ് ആയിട്ടുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള, അതുപോലെ ലവ്, അതുപോലത്തെ കാര്യങ്ങൾ, വിരഹങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള. പക്ഷേ ഈ റാപ്പ് ചെയ്യുന്ന സൗകര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ സിനിമ പാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിക്കാനുള്ള സൗകര്യം. അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ, ഉറച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന സ്പേസ്, ഇപ്പോൾ വേടൻ്റെയൊക്കെ റാപ്പ് ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും, ഒരിതുണ്ടാവും. അപ്പം അതൊക്കെ ഇപ്പോഴും മലയാളം റാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര പ്രോട്ടോ സ്റ്റേജിൽ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് തുടങ്ങി വരുന്നുള്ളൂ അതിൻ്റെ. കാരണം ഭാഷ കൈകാര്യം ചെയ്യാൻ അത്രക്ക് എക്സ്പേർട്ടിനാണ് ഇന്ന് ആക്ച്വൽ റാപ്പ് എഴുതാൻ പറ്റുക എന്നുള്ളത്. കാരണം നമ്മൾ പുറത്തുള്ള എല്ലാ റാപ്പ് നോക്കിയാലും അതിനകത്ത് ഭയങ്കര ഡെപ്ത് ഉണ്ടാവും. ഈവൻ ദോ ചിലപ്പോൾ ഫണ്ണി ആയിരിക്കും പറയുന്നത് ക്യുർക്കിയായിട്ടായിരിക്കും, പക്ഷേ ഭയങ്കര ഡെപ്ത് ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആ ജോൺറ ഭയങ്കര എനിക്ക് വഴങ്ങും എന്ന് തോന്നുന്നതാണ്. എനിക്ക് എളുപ്പമാണ് കുറച്ചുകൂടെ എഴുതാൻ. അതിലൊരു രസം ഞാൻ എപ്പോഴും കണ്ടെത്താറുണ്ട്. അതിൻ്റെ ഭാഷ അതിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി എല്ലാം കൂടെ കയറ്റിയിട്ടൊക്കെ അതിൻ്റെ ഒരു കളർ വേറെ ഉണ്ട്. ആ പാട്ട് ശരിക്കും സുഹൈൽ ഡീകോഡ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് കേൾക്കാൻ. കാരണം എന്താണെന്നറിയാമോ, ഈ വരികൾ ഏതൊക്കെയാ, വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണാതെ പഠിച്ചാൽ പോലും കിട്ടില്ല. ഈ പുറത്തൊക്കെ റാപ്പേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഡീകോഡ് ചെയ്യും. ഇന്നത് ഡീകോഡ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയാം. ഷാരു ഒന്ന് ഡീകോഡ് ചെയ്യുമോ? ഞാൻ വിചാരിക്കുന്ന ഒരു പെണ്ണിന്റെ പുറകെ ഒരു ക്യാമ്പസിലെ സാറ് മുതൽ കുട്ടി, അവിടുത്തെ സ്റ്റുഡൻറ്, കൂടെ പഠിക്കുന്ന കൊളീഗ്, സ്റ്റുഡൻസ്, ഇവരെല്ലാവരും പുറകെ നടക്കുകയാണ് ഈ പെണ്ണിൻ്റെ. അങ്ങനെ ഈ പെണ്ണത് കുറേയൊക്കെ ഒബ്ലിവിയസ് ആണ്, പുള്ളിക്കാരിക്ക് വേറൊരു പ്രണയമുണ്ട്. അപ്പം അങ്ങനത്തെ ഒരിതാണ്. അപ്പം എല്ലാവരും പറയുന്ന ഇതാണ്, ഷാരു നീ ഒന്ന് പ്യാർ കറും, നീ സ്നേഹിച്ചു തുടങ്ങും എന്നൊക്കെ ഉള്ള ഒരു സ്ഥലം. അപ്പം ഞാൻ പറഞ്ഞു അതിനൊരു നമ്മുടെ ഇവിടുത്തെ അതിഥി തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഒരു മലയാളമുണ്ട്. അപ്പം എനിക്കത് ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പം ചോറ് കൊണ്ടുപോകുമ്പോൾ അവർ തൂക്കിടാലോ, തൂക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറയുന്നത്. അപ്പം ജാഥാ പാത്രം ഹേ, ഇങ്ങനെ അങ്ങനെ മലയാളമാണ് നമുക്ക് മനസ്സിലായ ചെയ്തു. ഹിന്ദിയാണ്. അപ്പം അവരോട് നമ്മൾ കോൺവേഴ്സ് ചെയ്യുന്ന ഒരു പൊട്ട ഹിന്ദിയുണ്ട്. നമ്മൾ ബാർബർ ഷോപ്പിൽ പോയി കഴിയുമ്പോൾ, ചായക്കടയിൽ പോയി കഴിയുമ്പോഴൊക്കെ നമ്മൾ കോൺവേഴ്സ് ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഷോർട്ട് കരോ മീശോടാ. അപ്പൊ ഇത് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ ഹിന്ദി പറഞ്ഞു, അവന് മനസ്സിലായി, അവൻ വിചാരിക്കുന്നത് ഇതേത് ഭാഷ എന്നാണ് അവൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ ഒരു ഭാഷ അതാണ് ഷാരൂഖിന്റെ സാധനം. അപ്പം വരികളൊന്ന് പറയൂ. ഷാരൂഖ് കോ നീന്ദ് നഹീ ആയി രേ, ഷാരൂഖ് കോ നീന്ദ് നഹീ ആയി രേ, പ്രേമ രോഗ് വാലെ സതായേ രേ, ഷാരൂഖ് കോ നീന്ദ് നഹീ ആയി രേ. അപ്പൊ അങ്ങനെ അത് നമ്മൾ ഹിന്ദി തന്നെ വെക്കുന്നത്. ഷാരൂഖിന് ഉറക്കം വരുന്നില്ല, കാരണം പ്രണയരോഗികളെല്ലാം കൂടെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരു ഷാരൂഖാണ്. പിന്നെ ഞാൻ കോയി സ്കൂട്ടി പെ പുലാവോ ന ചലേ കാല് ബി, ആരെങ്കിലും എൻ്റെ സ്കൂട്ടി എടുത്തോണ്ട് പോവാ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ചലേ കാല് ബി. അപ്പൊ കാല് എന്ന് പറയുന്നത് മാത്രം മലയാളം, കാല് ബി, സ്കൂട്ടി പെപ്പ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വരും. കൊയ് പിറ്റിയെ ബുലാവോ ഞാൻ ചോടെ സാറ് ബി, സാറ് പോലും എന്നെ വിടുന്നില്ല, സാറും എൻ്റെ പുറകെയാണ്. അപ്പൊ PTA വിളിക്ക്, PTA വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു കംപ്ലൈന്റ് പറ, സാറും പുറകെ വിടുന്നില്ല.
കമരേമേ മുറിയിൽ പിറകേമേ എൻ്റെ പുറകിൽ. അപ്പൊ കമര പിറക് ആ റാ സൗണ്ടിങ് ഒക്കെ മാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കമരേമേ പിറകേമേ കോയി ലവ് ലെറ്റർ ലാവേ. എപ്പോഴും മുറിയിലാണേലും പുറത്താണേലും ഒക്കെ എൻ്റെ പുറകെ നടന്നുകൊണ്ട് ലവ് ലെറ്റർ ആരെങ്കിലും കൊണ്ട് തരുന്നു ഉള്ളൊരു സ്ഥലത്താണ് അതെഴുതുന്നത്. അപ്പോൾ പിന്നെ ഷാരൂഖ് അതിൻ്റെ ഒരു ഹുക്കിലേയും വരുമ്പോൾ ഷാരൂഖ് തൂ പ്യാർ കരു ഷാരൂഖ് എന്ന് പറയുന്നത് ഇൻകാറും മത്ത് മാറും തൂ പ്യാർ കരു ഷാരൂഖ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പോർഷൻ ഇൻകാർ മത്ത് ബാരു ഇൻകാറ് മത്ത് കാരു കരു കരുവിനെ കാരുവാക്കി എതിർക്കണ്ടല്ലേ നീ തൂ പ്യാർ കരു ഷാരൂഖ് നീ പ്രണയിക്കി. അത് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ പറയണം, ഷാരൂഖിന്റെ പോയിന്റിലല്ല. ജനങ്ങൾ പറയുന്നു നീ പ്രണയിക്കി, നീ എതിർക്കല്ലേ, നീ പതിയെ ലൈനിലേക്ക് സെറ്റാവ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടുള്ളൊരു പോർഷൻ ഞങ്ങളൊരു ഒരു പെണ്ണ് കാണാൻ പോയിട്ട് ഒരു പെണ്ണ് ചെറുക്കൻ കണ്ടു പെണ്ണ് തിരിച്ച് അടുക്കളയിലേക്ക് വരുന്നു. അവിടെ അമ്മച്ചിമാരൊക്കെ ഇരിപ്പുണ്ട്. അവർ ചോദിക്കുകയാണ് ഇവളോട് എന്താണെന്ന്. ആ പോയിന്റിൽ ഒരു പോർഷൻ വേറെ എഴുതുക. അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിച്ചോടി അവർ ചോദിക്കുകയാണ്, പുള്ളി ചിരിച്ചോടി ഉള്ളന്നേരം പിടച്ചോടി പള്ളി പട്ടക്കാര് തടുത്തോടി കള്ളി കള്ളക്കഥ പറഞ്ഞോടി അള്ളി പിടിച്ചൊന്ന് വലിച്ചോടി പുള്ളി നിന്നെ നോക്കി ചിരിച്ചോടി. അപ്പൊ ആ പള്ളി കള്ളി അള്ളി പുള്ളി എന്നൊക്കെ ഉള്ള വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിലൊരു കഥ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു പോർഷൻ അപ്പൊ ജസ്റ്റ് പറഞ്ഞാൽ അത് ഇതിന്റെ ഇടയ്ക്ക് വെക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു കോറസ് പോലെ. അപ്പൊ അതങ്ങനെ വന്നിട്ട് പിന്നെ അതിനകത്ത് ഒരു ഈ ശല്യം ഞാൻ എടുക്കുന്ന ഈ ഒരു ഇറിറ്റേഷൻ ആണല്ലോ. ഈ ഒരുത്തം പുറകെ നടക്കണം, അതൊരു ഇറിറ്റേഷൻ. അപ്പൊ നിനക്കെടുത്താണ് തലക്കകത്തത് കീറുകീറ വെക്കും കഥക്. അപ്പം ചില നമ്മുടെ വീട്ടിലൊക്കെ ചില ഒരു കഥ കാണും, വിചാരി ഫുൾ ടൈം ഒച്ചയാ, നമുക്ക് ഇച്ചിരി എണ്ണ ഇട്ടാൽ മതി പ്രശ്നം തീർന്ന്. പക്ഷേ നമ്മുടെ മടി കാരണം ഇത് ചെയ്യില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ശല്യം എന്നുവെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് അത് ടൂ മച്ച് അല്ല എന്ന് പറയണത്. ഭയങ്കര ഒരു പെണ്ണിന്റെ പുറകെ നടന്ന് അതൊരു സ്റ്റോക്കിങ് പോലെയും അതിന്റെ ഒരു റിസ്ക് ഫാക്ടറും എലിമിനേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ആ ഫണ്ട് വെക്കണം. ഓക്കെ, ഒരു പരിധി വരെ ന്യൂസൻസ് ആണ് എങ്കിൽ കുഴപ്പമില്ല, സഹിക്കാം എന്നുള്ളൊരു സ്ഥലം വേണമല്ലോ. അപ്പൊ അതൊരു കഥയാണ്. തനിച്ചിരിക്കുമ്പോ ചെവിക്കരികത്ത് പതുക്കെ മൂളണ കൊതുക്, അതും ഒരു ന്യൂസൻസ് ആണ്. അതിനപ്പുറത്തേക്ക് ഒക്കെ നടിച്ചാൽ പോവും, അത്രേ ഉള്ളൂ എന്നുള്ളത്. പിടി കിട്ടാതുള്ളിലേറെ പല കാട്ടായങ്ങൾ ഉള്ളില്, തനി വട്ടാണെന്ന് തോന്നും ചെറു വെപ്രാളങ്ങൾ, അരികെ വന്ന് പിറകെ നിന്ന് വെറുപ്പിക്കുന്നെന്ന് ഉറപ്പിച്ച് ഷാരൂഖ് എന്ന് പറയുന്നത് തിരിച്ചു. താങ്ക് യു. ഇത് ഇന്ന് ഇവിടെ അനാവൃതമായിരിക്കാൻ എല്ലാവരും അർത്ഥം പഠിച്ചോളാം. അതെ, എന്തൊരു സാഹസമാണിത്. അത് അടിപൊളിയല്ലേ. ഗുരുവായൂർ അമ്പലമാണ് അതിൽ അങ്കിത് മേനോനായിട്ട് ചെയ്ത പാട്ട്. നല്ല രസമാണ് അത്. അതേപോലെ തന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയിൽ ഒരു മാപ്പിളപ്പാട്ട് നാദർഷൊക്കെ എല്ലാം പാടിയ ഹിഷാമാണത്. ഹിഷാം അഭിനയിക്കുകയും ചെയ്തത്. അത് നല്ല രസമുള്ളൊരു പാട്ടാണ്. എനിക്ക് അങ്ങനത്തെ ഈ ഒരു ചടുലത അതിനിടക്കുള്ള ഒരു സാധനം. അതെ അതെ, മാപ്പിളപ്പാട്ടിന്റെ അപ്പൊ അതിനൊരു റാപ്പ് തന്നെയാണല്ലോ ഇത്. ഒരു പഴയ ഫോമിലെ റാപ്പ് എന്ന് പറയാം. ഭയങ്കര സ്പീഡിൽ കണ്ടന്റ് പറഞ്ഞു പോവാണ്. അപ്പം അതെനിക്ക് ഭയങ്കര ചലഞ്ച്. അപ്പം ആശാക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇത് സ്റ്റേജിൽ പാടണം. എനിക്ക് ഇപ്പോഴത്തെ പാട്ടുകളൊന്നും പാടാൻ പറ്റുന്നില്ല. എനിക്ക് സ്റ്റേജിൽ പാടുന്ന ഒരു പാട്ടാണ്. അപ്പൊ അതിന് പഴയ മാപ്പിള പാട്ടുകളുടെ ഛായ നേരെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അതിലേക്ക് അത് ലീഡ് ചെയ്ത് വന്നാലും കുഴപ്പമില്ല. അപ്പം അത് മിസ്രിയിലെ രാജനിലേക്ക് എത്തിച്ചേരുന്നതൊക്കെ അതങ്ങനെ തന്നെ വെച്ചിരിക്കുക. പുള്ളി ആദ്യമേ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് തന്നെ എത്തിയാൽ മതി. അതേ ജോൺ നമ്മൾക്ക് കേട്ട പരിചയമുള്ള മാപ്പിള പാട്ടുകളുടെ ഒരു ജോണർ. അതിന്റെ തുടക്കത്തിലേക്ക് ഈ പഴയ റാഫിയുടെ ഒക്കെ പാട്ടിൽ അപ്പൊ അതിന്റെ ഇടയ്ക്കൊക്കെ ഒരു ഷെയർ എന്ന് പറയുന്ന ഒരു പോർഷൻ കാണും. അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയും, ഖുദാ കാ ശുക്ർ ഹൈ ചെഹ്റാ നസർ തോ ആയാ ഹൈ. ഇങ്ങനെ ഒരു ഷെയർ, അതൊരു കപ്ലറ്റാണ്, ഒരു ഈരടിയാണ്. ആ ഈരടി ഈ കവിതനെ മൊത്തത്തിൽ അതിന്റെ ഒരു നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ആദ്യമോ മിഡിലോ ഒക്കെ പറയുന്ന ഒരു ശൈലി കവാലി പാട്ടുകളുടെ ഇടയ്ക്കുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അതാണ് ഇപ്പൊ സോഹറാജബി എന്ന് പറയുന്നൊരു ഉറുദു വേർഡാണ്, ഒരു സുന്ദരി എന്നൊക്കെ ഉള്ളത്. സുബഹിന്റെ മുഞ്ചലി ചുണയുള്ളൊരാണ് വിരുന്ന് വന്ന്, അതാണ് ആ ഈരടി. അതതിൻ്റെ ഒരു ചുണയുള്ളൊരാണ് വിരുന്ന് വന്ന് എന്നുള്ളൊരു സാധനം വിളിച്ചു പറയുന്ന ഒരു സ്ഥലത്ത് തുടങ്ങുന്നത്. അപ്പം അതിനൊരു ആ കവാലി നേച്ചർ ഒരു സാധനം. അപ്പം കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന്,
അപ്പൊ അങ്ങനത്തെ നിന്റെ പേര് വിളിച്ചു പോയി ഒരു ഇത് കണ്ടപ്പോൾ. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ നിലാവിനെ തന്നെ ഒരു മുല്ലപ്പൂവായിട്ട് ഉപയോഗിക്കുകയും ആ മുല്ലപ്പൂ കണ്ടപ്പോൾ നിന്നെയാണ് ഞാൻ ചന്ദ്രൻ എന്നല്ല വിളിച്ചത്, ലൈലാന്ന ജമീല എന്നൊക്കെയാണ് ഞാൻ വിളിച്ചത് എന്ന് തോന്നുന്ന രീതിയിൽ അതിനെ. അപ്പൊ ഇടയ്ക്കുള്ള പോർഷൻ അതിന്റെ ഒരു സ്റ്റാൻസ തുടങ്ങുന്ന സ്ഥലത്ത് ഇങ്ങനെ കണ്ട് കണ്ട് കൊതിയുമ്മ കൊണ്ട് പിടയുന്ന രണ്ട് കരളേതാണ്, പൊന്നുമിന്നണൊരു ചന്തമുള്ള ചിരി പന്തലുള്ളിലത് ആരാണ്, ഉപ്പാടൊപ്പം അന്ന് കണ്ടേ നിക്കാഹിന്റെ അന്ന് നിന്നെ കൊഞ്ചിമറിഞ്ഞ് രാവിന് മൊഞ്ച് നിറഞ്ഞ്, കൊഞ്ചിമറിഞ്ഞപ്പോ രാവിന് മൊഞ്ച് നിറഞ്ഞ്, അപ്പൊ കൊഞ്ചിമറിഞ്ഞ് രാവിന് മൊഞ്ച് നിറഞ്ഞ്, എട്ടണ വീണത് ചുറ്റണ പോലൊരു പുഞ്ചിരി തന്നെ. ഒരു കോയിൻ താഴെ വീണിട്ട് കിണികിണി ആ സൗണ്ടില് ആരോ ചിരിച്ചു. അപ്പൊ എട്ടണ വീണത് ചുറ്റണ പോലൊരു പുഞ്ചിരി തന്നു. ഇത്തിരി കുപ്പികൾ ഒത്തിരി വെച്ചൊരു പിത്തള ഡപ്പിയിൽ ഇട്ട് പൊതിഞ്ഞൊരു കത്താണ്. ഇത്തിരി ഡപ്പികൾ ഒത്തിരി വെച്ചൊരു പിത്തള ഡപ്പിയിൽ ഇട്ട് പൊതിഞ്ഞൊരു കത്താണ്, മുത്താണ്ട് തരികില്ലെന്നത് കഥ. അത്തറിന്റെ കുപ്പികൾ ഇട്ട് വെച്ചിരുന്ന ഒരു ഡപ്പിക്കകത്ത് ആ പ്രണയലേഖനം കുറെ ദിവസം ഒളിപ്പിച്ചു വെച്ചു ആ മണത്തിന് വേണ്ടി. ഇനി നിനക്ക് തരുന്നതിന് മുമ്പ് ഞാനൊന്ന് ഉമ്മ വയ്ക്കും, അല്ലാതെ തരാനേ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു വേറൊരു ജോൺറ എഴുത്ത്. പക്ഷെ അത് ഭയങ്കര റാപ്പാ ശരിക്കും. ഡബ്സിയും ബേഡനും ഒക്കെ ഈ നമ്മുടെ റാപ്പേഴ്സിൻ്റെ ഇടയിൽ തന്നെ ചെറിയൊരു ആശയ പ്രശ്നമുള്ളത് ഇത്തരത്തിൽ മലബാറിൻ്റെ പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകളാണ് നിങ്ങൾ പാടുന്നതെന്നൊക്കെ പറയുന്ന ചെറിയൊരു സാധനമുണ്ട്. പക്ഷേ സത്യത്തിൽ അതും റാപ്പ് തന്നെയല്ലേ? അങ്ങനെയും റാപ്പ് ഉണ്ടായിക്കൂടെ? ഉറപ്പായിട്ടും. അതല്ല ഞാൻ അപ്പൊ ഇതിൻ്റെ അകത്ത് മലർക്കൊടിയെ അത്ര മനോഹരമായ ഒരു പാട്ട് ഡബ്സി ഉപയോഗിക്കുന്നു, അതിനെ കുറെ കൂടി ജനകീയമാക്കുന്നു. അതെ, അല്ലാതെ ഇതിനെ തളർത്തുകയല്ലോ, ഇതിന് വളർത്താണ്, ഇതിനെ അതിന്റെ ഷോൾഡറിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ അതിന്റെ ജോണ്ടറിനെ ആക്ച്വലി സ്നേഹിക്കുന്നവർക്ക് ചിലപ്പോൾ എതിരഭിപ്രായങ്ങളുണ്ടാവും. അവർ പറയും ഇതല്ല, അത് അങ്ങനെ പോകണ്ട, ഇങ്ങനെ റീമിക്സ്. അവിടെ നമുക്ക് ചിലപ്പോൾ അത് നമ്മൾ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ നല്ലതാണ്, ഇല്ല അത് അങ്ങനെയുള്ള വളരെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ദേശത്തു നിന്ന് വരുന്നവർ, മലബാറിൽ നിന്ന് വരുന്നവരുടെ സംഗീതത്തിൽ അത് റാപ്പർ വന്നാലും കൊള്ളാം, കവിത പറഞ്ഞാലും കൊള്ളാം. മാമുക്കോയ പറയുന്ന പോലെ മലബാറിൽ ഏത് മഹർഷി ജനിച്ചാലും ഇങ്ങനെ സംസാരിക്കുള്ളൂ എന്ന് മാമുക്കോയ പറയില്ലേ, ഇജ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കാരണം അത് അവരുടെ സാധനമാണ്. അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമൊന്നുമില്ല, ജാതി മത വ്യത്യാസമില്ല, അവരുടെ സംഗീതം അതാണ്. അപ്പം അതിൽ നിന്ന് റാപ്പേഴ്സ് വരുമ്പോൾ എതിൽ ചവിട്ടിയാണ് അവർക്ക് നിൽക്കാൻ കഴിയുക, അവർക്ക് അവരുടെ അസ്തിത്വത്തിൽ ചവിട്ടിയാണല്ലോ നിൽക്കാൻ കഴിയുക. അപ്പം അങ്ങനെ ഇപ്പം വേടൻ ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ്, അതൊരു ഡൗൺ ട്രോഡൻ ആൾക്കാരുടെ പൊളിറ്റിക്സ് സംസാരിക്കുന്നത്, അത് അവൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസുകളിൽ നിന്ന് അവൻ അത്രയും കൺവിൻസിങ് ആണെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം അത് അതിന് ചുറ്റിയേക്കും. ഇപ്പം നമുക്കിപ്പോൾ ഞാൻ എപ്പോഴാണ് ഇപ്പോൾ കിഴക്കൻ മേഖലയിലെ അച്ചായന്മാരുടെ സംഗീതം അതധികം എക്സ്പ്ലോർ ചെയ്യത്തില്ല. അവിടെ നിന്നൊരു റാപ്പർ വന്നു, അവരുടെ ഭയങ്കര മാർഗംകളിയുടെയൊക്കെ മ്യൂസിക്കുകളും ഭയങ്കര രസകരമായിട്ടുള്ള സംഗീത പാരമ്പര്യം ഉണ്ടല്ലോ അവിടെ. അപ്പം അതിൽ നിന്ന് റാപ്പർ വന്നു, അവർക്ക് പറയാനുള്ള മെസ്സേജ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ട്രിവാൻഡ്രം സൈഡിൽ എന്ന് പറയാം, വേറെ സ്ലാങ്ങുമായിട്ട് ഭയങ്കര ഗലീസ് സൗണ്ടിങ് സ്ലാങ് ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ. മനോഹരമായ റാപ്പുകൾ അവിടെ നിന്നും വരാം. കണ്ണൂർ സൈഡിൽ നിന്ന് വരാം, പൊളിറ്റിക്കൽ റാപ്പ് വരാം, CPM-മാരുടെ പൊളിറ്റിക്കൽ റാപ്പ് വരട്ടെ. അപ്പം എല്ലാത്തിനും സ്പേസ് ഉണ്ട്, എല്ലാത്തിനും സ്പേസ് ഉണ്ട്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പുതിയ ജനറേഷന് ഇതെങ്ങനെ കണക്റ്റ് ആവും. നമുക്കത് പഴയ മെലഡി പരിപാടിയും പിടിച്ചുകൊണ്ടിരുന്നാൽ അവർ പണ്ട് നമുക്ക് അതിനൊരു സ്പേസ് ഉണ്ട്. കാരണം വേറെ കേൾക്കാൻ ഓപ്ഷൻ ഇല്ല, നമ്മൾ കൊടുക്കുന്നതേ കേൾക്കൂ. ഒരു ദൂരദർശൻ ഡയറക്ടറോ ആകാശവാണിയുടെ ഡയറക്ടറോ തീരുമാനിക്കുന്നതാണ് നാട്ടുകാർ കേൾക്കുന്നത്. അത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അധിഷ്ഠിതമാണ്. ഇന്ന് അതല്ലല്ലോ, ഇന്ന് ബ്രോഡ്കാസ്റ്റ് യുവർ സെൽഫ് എന്നാണ് യൂട്യൂബ് പറയുന്നത്. ജാസിഫിനെയും വൈക്കം വിജയലക്ഷ്മിയെ ഉപയോഗിച്ച ഒറ്റമുണ്ട് പാട്ടിനകത്ത് ഗൂഗ്ലി ഉപയോഗിച്ചിട്ടുണ്ട്. അത് 90s-ന്റെ ഒരു പ്രയോഗമാണ്. അതെ, കാരണം ഇന്ന് ഗൂഗ്ലി ക്രിക്കറ്റിൽ ആരും പറയാറില്ല, ഗൂഗ്ലി ഇല്ല ആക്ച്വലി. അങ്ങനെ ഒരു വാക്കും നമ്മൾ പ്രയോഗിക്കില്ല, സാങ്കേതികത അഡ്രസ് ചെയ്യുന്നില്ല. അപ്പം 90s കിഡ്സിനെയാണ് അവിടെ അഡ്രസ് ചെയ്തിരിക്കുന്നത്. ശരിയാട്ടോ, പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് ഗൂഗിളി എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. അന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഗൂഗിളി പ്രധാനമായിട്ട്, കാരണം അനിൽ കുബ്ലയും മുത്തയ്യ മുരളീധരനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്പേസിലായിരുന്നു. ഭയങ്കര രസകരമാണ്, നമ്മുടെ നൊസ്റ്റാൾജിയാണ് അത് കറക്റ്റ്. അത് അപ്പോൾ ഈ ഒറ്റമുണ്ട് പാട്ടില്ലേ, ഒറ്റമുണ്ടിൽ ജാസിഫിനെയും വൈക്കം വിജയലക്ഷ്മിയും കൊണ്ടുവരിക, അത് ഒരു വേറൊരു രസമുള്ള കോംബോയാണ്. കാരണം രണ്ട് സ്റ്റൈലും എന്നാൽ അത് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള സ്വരങ്ങളുമാണ്. അവിടെ ഒറ്റമുണ്ട് ആ വരികളും കൂടെ ലിറിക്സും കൂടെ ഒന്ന് ഡീകോഡ് ചെയ്ത് സംസാരിക്കും. കാരണം ഒറ്റമുണ്ട് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു ഭയങ്കര ലേസി പാട്ട് വേണം എന്നാണ് ഇവർ പറയാം. അപ്പൊ അവർ പറഞ്ഞു ഒരുത്തൻ അവന്റെ എവറി ഡേ ഇസ് വെരി ബോറിംഗ്, നത്തിങ് ഹാപ്പനിങ്, അവൻ ഡെയിലി എണീക്കുന്നു,
നടന്നു പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ ഒരു സാധനം. അപ്പം അതിൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് ആറ്റൂരിൻ്റെ ഒരു കവിതയ്ക്കകത്ത് ഒരു ചെറിയ ഒരു പോർഷനില്ല, മുത്തശ്ശിയെ പറ്റി ഓർക്കുമ്പോൾ ഒരു പോർഷനിൽ എന്നും ഒരേ വഴി പോന്ന് ഒരേ കീർത്തനം ചൊല്ലി ഒരേ നേരത്ത് ഉറങ്ങി എഴുന്നേറ്റ് ഒറ്റ നാൾ പോലെ ഒരു ജന്മം കഴിച്ചവൾ എന്ന് പറഞ്ഞ ഒരു 4 വരി. അപ്പോൾ ഇതിൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിലതൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ കൊള്ളുമല്ലോ. അപ്പോൾ ഞാൻ എനിക്ക് അവരോട് സിമ്പതി തോന്നും. എൻ്റെ ഉമ്മായെ ഓർമ്മ വരും, നമ്മുടെ മുത്തശ്ശിമാരെ ഓർമ്മ വരും. ഒറ്റ നാൾ പോലെ ഒരു ജന്മം അവരുടെ ലൈഫിൽ ഒന്നും ഉണ്ടായിരുന്നു. വീട് തന്നെ വീട്, നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് കിടന്നു. അപ്പോൾ അതിങ്ങനെ അപ്പോൾ ഒറ്റ നാൾ പോലെ ആ ഒറ്റ എന്നാണ്. ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വരുമ്പോൾ ചേർത്തല കഴിയുമ്പോൾ ഒറ്റപ്പുന്ന എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഒറ്റപ്പുന്ന അതൊക്കെ ഇങ്ങനെ ബോർഡൊക്കെ അങ്ങനത്തെ. അപ്പോൾ ഒറ്റ എങ്ങനെയാണ്. അപ്പോൾ ഈ ലേസി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒറ്റ എന്ന് പറഞ്ഞു സൗണ്ട് വെച്ചിട്ട് ഒറ്റ എന്ന് പറഞ്ഞൊരു സാധനം വന്നു. ഞാൻ അത് വെച്ച് തന്നെ അങ്ങനെ എഴുതാം. അപ്പം ഞാനിങ്ങനെ ഒറ്റ മുണ്ട് പുണർന്ന്. അപ്പം നമ്മൾ പണ്ടൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഉടുത്ത മുണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ പുതപ്പാവും. അങ്ങനെയാണ് പരിപാടി. അപ്പം ഒറ്റ മുണ്ട് പുണർന്ന് ഒറ്റയ്ക്കെന്നും ഉണർന്ന് ഒട്ടുമാവിൻ കട്ടിലീന്ന് ഒച്ചയില്ലാണ്ട് ഉയർന്ന് ഒറ്റ കുളി കഴിഞ്ഞ് ഒറ്റ കോടി തളർന്ന് ഒറ്റിറക്കയിൽ ഓട്ടച്ചായ ഒറ്റടിക്ക് നുണഞ്ഞ് ഒറ്റ വഴി നടന്ന് ഒറ്റ കുഴി കടന്ന് ഒറ്റ ജോലിക്കൊറ്റ നേരത്ത് കൊറ്റ പോലെ വളഞ്ഞ് ഒറ്റപ്പുരയ്ക്കടുത്ത് ഒറ്റ വഴിക്കടുത്ത് ഒത്തിരിക്കാതെ ഒറ്റപ്പുരയ്ക്കടുത്ത് ഒറ്റ വഴി കടത്ത്, ഒറ്റപ്പുരയ്ക്കടുത്തുള്ള ഒരു ഒറ്റ വഴി കടത്ത്. ആ കടത്തിൽ ഒത്തിരിക്കാതെ, ആരോടും ചേർന്നിരിക്കാതെ, ഒത്തിരിക്കാതെ അപ്പുറത്ത് ഒറ്റക്കാലയിലിരിപ്പ്. അപ്പം അങ്ങനെ ആ ഒറ്റ എന്ന് പറയുന്ന സാധനത്തിനൊരു കൗതുകം വന്നു. പിന്നെ അതിനെ ഇച്ചിരി ഫോഴ്സ് തന്നെ എഴുതാൻ. ഒറ്റക്കുളി എന്ന് വെച്ചാൽ ഒറ്റക്കുളി, ഒരു കുളിയുള്ളൂ, ഒരു കുളി. അന്നത്തെ ദിവസം ഒറ്റക്കുളിയുള്ളൂ, പിന്നെ കുളിയില്ല, ഒരു പേരിനൊരു കുളി. നമ്മള് വീട്ടിലേക്ക് പറയല്ലോ ഒറ്റക്കുളി എന്ന് പറയാം. നമ്മളവിടെ പേരിനൊരു കുളി, ചടങ്ങ് എന്ന് പറയുന്നത്. ഈ പുതിയ കാലഘട്ടത്തിൽ എഴുത്തുകാരിൽ ഇപ്പോൾ സുഹേൽ കോയെ പോലെ എഴുതുന്ന ആളാണ് മോസിൻ പെരാരി. മഴവില്ലില് വെള്ളയെ നൊമ്പരപ്പൊമ്പര ചുറ്റൽ കണ്ടോന്നി എന്ന് പറയുന്ന സാധനം ഭയങ്കര ശാസ്ത്രീയമായിട്ടുള്ള അപ്രോച്ചാണ്. ഇത്രയും സാങ്കേതികമായിട്ട് പാട്ടിനെയൊക്കെ അപ്രോച്ച് ചെയ്യാൻ കഴിയുമെന്ന് ആ മനുഷ്യൻ കാണിക്കുമ്പോഴേ ഇത് അസാധ്യമായിട്ടുള്ള. ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇപ്പം ഈ കാലഘട്ടത്തിൽ ആ വ്യത്യാസം കൊണ്ട് അൻവർ അലിക്കാടെ ഒരു ശാഖ അദ്ദേഹം സീരിയസ് ആയിട്ട് തന്നെ കാണുകയും, പക്ഷെ അതുപോലെ തന്നെ ഭയങ്കര ഡിഫറെൻറ്റ് നെബുലകൾ പോലത്തെ ഒക്കെ പാട്ടുകൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ടിങ്ങും ഡിഫറെൻറ്റ് വാക്കുകളും കൊണ്ടുവരാനുള്ള സാധനം. അതുപോലെ തന്നെ പാരാരി ചെയ്യുന്നത്, പാരാരിക്ക് ഒരു ഇൻ്റർനാഷണലിസം ഉണ്ട്. പാരാരി ഒരു ഗ്ലോബൽ രീതിയിൽ ലിറിക്കിനെയും അല്ല ഇതിൻ്റെയൊക്കെ ഇപ്പം ഞാനും അവനോട് സംസാരിക്കാറുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ലിറിക്സൊക്കെ. അത് ഗ്ലോബൽ രീതിയിൽ പുള്ളി അതിനെ കാണുന്ന ആഗോള പെരുമ, തനി ലോക്കൽ ഗരിമ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇതിൽ കൊത്തയിലൊക്കെ ഉള്ള പാട്ട്. അപ്പം അങ്ങനത്തെ അതാണ് പുള്ളിയുടെ കൺസെപ്റ്റും. തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിട്ട് ലിറിക്സിനെ കൊണ്ടുവരികയാണ് പുള്ളി. അതിൻ്റെ അകത്തുള്ള കൗതുകം, ബഷീറിൻ്റെ ഒക്കെ എഴുത്തിൽ ഒക്കെ ഉള്ള ഒരു കൗതുകം, ആ വാക്കുകളുടെ ഒരു കറക്ക്. ഇപ്പം കാണുമ്പോൾ നിന്നെ നേരങ്ങൾ മെല്ലെ നിന്നേ, അപ്പം നിന്നെ അതിൽ ആ ചെറിയ ന്യൂവാൻസ് ആണല്ലോ, അതിൻ്റെ കൗതുകം അതേ മനോഹരമായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എഴുത്താണ്. അതുപോലെ തന്നെ ഉമ്പാച്ചി റഫീഖ്, പുള്ളി ഇപ്പം മറ്റേ സ്നേഹക്കത്ത് പാട്ട്, അതുപോലെ തന്നെ മനോഹരമായിട്ട് അന്നേ റസൂലിലെ സമ്മുലൂനി എന്ന് പറഞ്ഞ അതൊക്കെ പുള്ളിയായിരുന്നു. അപ്പം അതിനകത്ത് അക്കരെ നിന്റെ കാനോത്ത് ഇക്കരെ നമ്മുടെ മൊഹബത്തിൻ്റെ മയ്യത്ത്. അപ്പം അക്കരെ നിന്റെ കാനൂത്ത്, നിന്റെ കല്യാണം, ഇക്കരെ നമ്മുടെ മൊഹബത്തിൻ്റെ മയ്യത്ത് എന്ന് പറയുന്നതിലെ റൈമിങ് സ്വഭാവം. ഞാൻ ഇതിൻ്റെ ഉറുദു കവിതകൾ ഭയങ്കരമായിട്ട് നമുക്ക് സിമിലാരിറ്റി തോന്നുന്ന പോലെ മലയാളത്തിൽ അത് എഴുതൽ പാടാണല്ലോ. കാരണം ഇങ്ങനെ വാക്കുകൾ അങ്ങനെ കിട്ടൽ പാടാണ്, റൈം ജയിക്കൽ പാടാണ്, അതിന് ആ ആശയലോകത്ത് തന്നെ ഉറപ്പിച്ച് നിർത്തൽ പാടാണ്. അപ്പോൾ അത് പുള്ളി മനോഹരമായിട്ടാണ് എഴുതുന്നത്. പുള്ളിയുടെ പെയിനുണ്ട്, ഭയങ്കര മൊഹബത്തും മരണമാണെന്നുള്ള അർത്ഥത്തിൽ അത് അവതരിപ്പിക്കുമ്പോൾ അപ്പോഴും ഞാനൊക്കെ അവളുടെ കല്യാണം അക്കരെയാണ് നടക്കുന്നത്. അക്കര എന്ന് പറയുന്നത് എന്തോ ആവാം. ഇക്കരെ എൻ്റെ പ്രണയത്തിന്റെ മയ്യത്ത് എന്നല്ല പറയാം, നമ്മുടെ അവിടെയും വിടാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അവിടെ. അല്ലാതെ എൻ്റെ പ്രണയം തേച്ചിട്ട് പോയാൽ എൻ്റെ പ്രണയമായല്ലോ അത്. കാരണം ഇനിയിപ്പം നമ്മളെന്ന് പറയുന്ന സ്ഥലം അവിടെ. പക്ഷെ അവിടെയും
ഇക്കരെ നമ്മുടെ പ്രണയത്തിൻ്റെ മയ്യത്ത് എന്ന് പറയുമ്പോൾ അതൊരു ഫോഴ്സ്ഡ് മാരേജ് ആവാം, ഇഷ്ടമില്ലാത്ത സ്ഥലത്തൊക്കെ ഉള്ളൊരു യാത്രയാവാം, എന്തും ആവാം. അപ്പം അങ്ങനെ ഒരു കുഞ്ഞു വാക്കിൽ അതിനെ കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര രസകരമായിട്ട് ചെയ്യുന്ന ആളാണ് ഉമ്പാച്ചി, മൻവറിക്ക, പാരാരി. അപ്പം ഞാനിങ്ങനെ ഇവർ ലിറിക്കിനെ വേറൊരു തലത്തിൽ, മലയാളം ലിറിക്സിന് ഇത്രയും നാളും ഇല്ലാത്ത ഒരു ഡൈവേർഷൻ, വേറൊരു വഴി വെട്ടി അതിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർ ഭയങ്കര ഞാൻ കേൾക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന. സുഹൈലും അത്തരത്തിലുള്ള ഒരു കോമിക് വഴി വെട്ടുന്നുണ്ട്. കാരണം പാല് കറക്കമോ വാല് കറക്കണ പാൽത്തൂ ജാൻവറേന്നാണ് ആ പ്രയോഗം. പാല് കറക്കമോ വാല് കറക്കണ പാൽത്തൂ. അപ്പൊ നമ്മൾ പെട്ടെന്ന് പശുമ്പേ അത് എത്തുകയാണ്. ഉള്ളിൽ അത് ഒരു സാധനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? അയ്യോ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. ഞാൻ ഇപ്പം രജീഷ് ഭായ് പറഞ്ഞ പോലെ ഞാനും ചെയ്യാൻ ശ്രമിക്കുന്ന പരിപാടി അതാണ്. ഇതിന് വേറൊരു വഴി, അതിൻ്റെ വേറൊരു വഴി. അപ്പൊ വി.ഡി. രാജപ്പൻ്റെ കഥാപ്രസംഗങ്ങളിൻ്റെ അകത്തുള്ളൊരു കുസൃതി വർത്താനങ്ങൾ, ഏതോ ഒരു കാസറ്റ് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, എങ്ങനെയോ യാദൃശ്യമായിട്ട് കൈ വന്നത് കേൾക്കണ്ടേ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫണ്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. അത് എന്നെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യിച്ചു. ഞാൻ വെച്ചാൽ ഇയാൾ എന്ത് മനുഷ്യനാണ്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ അകത്ത് പാട്ടുകൾ വരുന്നു, കഥകൾ വരുന്നു, ഞുണുക്ക് വാക്കുകൾ വരുന്നു, രസകരമായിട്ട്. ഇപ്പം നാദൃശ്യക്ക് പാരഡി എഴുതുമ്പോൾ ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഒരു പാട്ടിനകത്ത് എടുത്തിട്ട് അതിലൊരു ഫണ്ണുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്, ഒരു കാര്യമുണ്ട്, ഒരു ഫണ്ണ് അങ്ങനെ വരുന്നത്. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ജോൺറല്ലേ മണിച്ചേട്ടൻ്റെയൊക്കെ സാധനത്തിൽ തന്നെയുള്ള സിംപ്ലിസിറ്റി, വീടിനടയാളം ഷീമക്കൊന്ന എന്നൊക്കെ പറയുന്നതിലെ സിംപ്ലിസിറ്റി, അവ ആ എവ്രിഡേ ഉപയോഗങ്ങൾ നമ്മളെ കുറച്ചുകൂടെ ഇത് പ്രാപ്യമാണെന്ന് തോന്നിക്കുമല്ലോ ഈ എഴുത്ത്. നമ്മളെപ്പോലുള്ള ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ ഒരു ഫാമിലിയിലൊന്നും അങ്ങനെ എഴുത്തുകാരോ ആരും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കോൺഫിഡൻസ് കുറവാണല്ലോ ഇതിൽ അപ്രോച്ച് ചെയ്യാൻ. കാരണം ഇത് നമ്മുടെ മേഖലയാണോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നുന്ന, ഇത് ഞാൻ ഇതൊന്നും ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുക. അതിൽ ഈ ഭാസ്കരൻ മാഷിൻ്റെ വഴി, അല്ലെങ്കിൽ ഒ. അബ്ദുള്ള സാഹിബിൻ്റെ വഴികൾ, പിന്നെ ഈ സിമ്പിളായിട്ട് എഴുതിക്കൊണ്ടിരുന്ന കലമണി ചേട്ടൻ്റെ പാട്ടൊക്കെ എഴുതുന്ന ആൾക്കാർ, ഇവരുടെയൊക്കെ എഴുത്തുകൾ നമ്മളെ സ്വാധീനിക്കും. നമുക്ക് ഇത് എനിക്ക് പറ്റും, ഈ ഏരിയ ഐ എം കോൺഫിഡൻറ്റ്, എനിക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ സന്തോഷമുള്ള സ്ഥലമാണ്. സുഹൈലിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ എനിക്ക് ഈ അശുഭമംഗളകാരി ഒന്നുകൂടെ ഒന്ന് ഡീകോഡ് ചെയ്ത് തരുമോ? കാരണം ഈ പറയുന്ന ജാതിക്കത്തോട്ടം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പാട്ടായിട്ടാണ് ഞാൻ കണക്കൂട്ടി വെച്ചേക്കുന്നത്. പക്ഷേ അശുഭമംഗളകാരി ചെയ്തിട്ടുള്ള ഒരു വർക്കുണ്ട്. അത് നാളെ ചിലപ്പോൾ ഇത് നമ്മൾ സംസാരിക്കാൻ സാധ്യതയുള്ളൊരു വാക്കാണ് അശുഭമംഗളകാരി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് സുഹൈൽ അങ്ങനെ എഴുതിയെന്നുള്ളത് കൂടെ ഒന്ന് പറയണമെന്നാണ് ഞാൻ. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രോസസ്സ് തന്നെ നമ്മൾ ആദ്യം അശുഭമംഗളകാരി എഴുതി വെച്ചു. ആദ്യം അങ്ങനെ ഒരു സാധനം, കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടറെ പറ്റി പറയുകയും ഇങ്ങനെ ഒരു ലേസി ഫ്ലിംസി ക്യാരക്ടറെ പറ്റി പറയുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഓക്കെ, അങ്ങനെ നമ്മൾ ചില പാട്ടുകളിൽ ഇങ്ങനെ ഇപ്പോൾ K4 കല്യാണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബോധപൂർവം കൊണ്ടുവരാനുള്ള ഒരു സ്ഥലമുണ്ട്. അത് ഈ കെ ശരിക്കും സർക്കാരിന്റെ കെ എടുത്തു എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഞുണുക്കുകൾ നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ. അപ്പം എന്താ പറയുക, അപ്പം അശുഭമംഗളകാരി, അണുവിട ഇടയില്ലാണ്ട് അടിപാളുന്നൊരു അപകടകാരി, അങ്ങനെ. അപ്പം അണുവിട ഇടയില്ലാണ്ട് അടിപാളും, ഉറപ്പാണ് വീഴും, ഒരു ഡൗട്ടും ഇല്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു സാധനം ചുമ്മാ എഴുതി വെച്ചിട്ട്, അപ്പം ഈ അശുഭമംഗളകാരി എന്ന് വാക്ക് വന്നപ്പോൾ ഞാനത് അശുഭവും മംഗളവും എന്നുള്ള രീതിയിൽ ആ കോൺട്രാക്റ്റിനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞു. അപ്പം അതെങ്ങനെയാണ് ഇനിയാണ് പ്രശ്നം. കാരണം ഇനി ഇതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ ഫീമെയിൽ ബാഷിങ് ആയി പോകരുത്, അത് പിന്നീട് സ്ത്രീകളെ കളിയാക്കാനുള്ള പാട്ട് പോലെ ആയി പോകരുത് എന്നൊരു ഉള്ളിലൊരു ഇതുണ്ട്, മനസ്സിലായി. അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ഭയങ്കര മോശമായിപ്പോയി, അല്ലെ നമ്മളിപ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പിന്നീട് വിവാദമായ വാക്കുകളുണ്ട് സ്ത്രീകളെ ഉപമിച്ചതിന്. ചിലപ്പോൾ അത് അങ്ങനത്തെ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നതായിരിക്കത്തില്ല, പക്ഷെ സ്റ്റിൽ. അപ്പം ആൺപെണ്ണ് അകലം മാറിയത് കൊണ്ട്, രണ്ട് വ്യക്തികളുടെ അകലം മാറിയല്ലോ. പണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം അനുരാഗലോലഗാത്രി എന്ന് വിളിക്കാൻ ഒരു അകലം വേണം സ്ത്രീയുമായിട്ട്, അല്ലേ? ഒരു ദേവി ആത്മരാഗം എഴുതാം എന്ന് പറയണമെങ്കിൽ ഒരു അകലം വേണം, ഒരു മിസ്റ്ററി വേണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. എങ്കിൽ മാത്രമേ ആ എഴുത്തിന് വാലിഡിറ്റി ഉള്ളൂ. ഇതിപ്പോൾ നമ്മുടെ തോളത്ത് കൈയിടുന്ന, നമ്മുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന, നമ്മളെപ്പോലെ നമുക്ക് അവരുടെ എല്ലാം ഒന്നും രഹസ്യമല്ല. അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പണ്ട് ഇതെങ്ങനെയാണ് ഇവർ തല ടവല് കെട്ടുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തുനിന്ന് ഇന്ന് നമുക്കിതൊന്നും അത്ഭുതമല്ല. നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരെല്ലാം, ഒന്നെങ്കിൽ അവരെന്നെ റീലെടുത്ത് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കാണുന്നുണ്ട് നമ്മുടെ സിസ്റ്റർമാർ കസിൻസ് ചെയ്യുന്നു. അപ്പം ആ അത്ഭുതം മാറിയപ്പോൾ, മിസ്റ്ററി മാറിയപ്പോൾ, എടാ പോടാ സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ ഇനി നമുക്ക് സ്വാഭാവികമായിട്ട്
നമ്മൾ ആണുങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്ക് ട്രോൾ ചെയ്യുന്ന പോലെ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഭാഷ. അവർ ഒരു വണ്ട് തിന്നാ പൂവരുത്, ഒരു വണ്ട് തിന്നത്തില്ല, ഒരു വണ്ട് കണ്ടാൽ പോലും തിന്നാത്ത ഒരു പൂവ്, തണ്ടൊടിഞ്ഞൊരു ചെമ്പരത്തി, ഏത് നിമിഷവും വാടാം, തണ്ടൊടിഞ്ഞതിന് അധികം ആയുസില്ല, മണ്ടരിക്ക് മണ്ട പോയ തെങ്ങ്. അപ്പോൾ ഇതിൽ മാത്രമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഗിരീഷിന് ഈ വാക്ക് മാത്രം, മണ്ടരിക്ക് മണ്ട പോയ. അപ്പം അത് മനസ്സിലാകുന്നില്ല, മണ്ടരി അറിയാത്ത ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഒരുപാട്. നമ്മളവിടെ കുട്ടനാട് ഏരിയയിലൊക്കെ ഇത് ഭയങ്കര വ്യാപകമായിരുന്നു മണ്ടരി എന്നുള്ളതുകൊണ്ട് നമുക്ക് കൊടുത്തതാണ്. അറിയണമെന്നില്ല മണ്ടരി എന്താണ്, മണ്ടരിക്ക് മണ്ട. പിന്നെ അപ്പം ഞാൻ പറയണ ലെറ്റ് ദം ലേൺ. നമ്മൾ ഈ വിക്കിപീഡിയ എടുത്ത് നോക്കി അടുത്ത ലിങ്കിലോട്ട് പോയി എന്തെല്ലാം വായിക്കുന്നു ഒരാവശ്യമില്ലാതെ. അങ്ങനെ ഒരു വാക്ക് പുതിയത് പഠിക്കട്ടെ. അപ്പം മണ്ടരിക്ക് മണ്ട പോയ തെങ്ങ് കൊടുത്തി. നീ തോറ്റടിഞ്ഞ ഝാൻസി റാണീൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കും. തോറ്റടിഞ്ഞ ഝാൻസി റാണി, പാട്ടൊഴിഞ്ഞ ആകാശവാണി, തോട്ടുവക്കത്താടി നിൽക്കണ കാറ്റാടി. അപ്പം ഞങ്ങൾ കനാൽ, ആലപ്പുഴ ആയതുകൊണ്ട് ഈ കനാൽ സൈഡിലും ഫുള്ള് കാറ്റാടികളായിരുന്നു ഒരു സമയത്ത്. അപ്പോൾ ഇതെപ്പോഴും ഡേഞ്ചറാണ്, ഇതെപ്പോഴും റോഡിലോട്ട് തന്നെ പറഞ്ഞു വീഴുക, മനസ്സിലായി. അപ്പം അങ്ങനെ ഒരു ത്രെറ്റനിങ് സ്ഥലം. അപ്പോൾ ആ ഇമേജറിയൊക്കെയാണ് നമ്മൾ വയ്ക്കുക. മടി നീ അടിമുടി, മടിയാണെന്നുള്ളത് തിരിക്കുകയാണ്. മടി നീ അടിമുടി, ഇടിഞ്ഞ കൊടുമുടി, പൊടിഞ്ഞ മെതിയടി, നനഞ്ഞ കതിന നീ, കുഴഞ്ഞ കുതിര നീ, പൊളിഞ്ഞ ഒരതിര് നീ. അങ്ങനെയാണ് സങ്കല്പം. കൊള്ളാട്ടോ. അപ്പോൾ കാരണം മതിലിൻ്റെ പർപ്പസ് തന്നെ എന്താണ്, അതിര് കാത്തു സൂക്ഷിക്കുകയാണ്. അത് പൊളിഞ്ഞു പോയ ഒരു കാര്യമില്ല, യൂസ്ലെസ് എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൊളി പറയണ ഫയർ ഇത് പുകയത്, കാര്യമൊന്നുമില്ല, തീയും പുകയും മാത്രം, വെറുതെ കാര്യമൊന്നുമില്ല. കലപില തല പൊളിയണ കളവിത് എന്നുവെച്ചാൽ, കാരണം അതിന് മുമ്പ് ഒരു റാപ്പ് പോർഷനാണ് വരുന്നത്. അതിൽ ഷാരൂഖിനെ ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്തിട്ടാണ് പറയുന്നത്. ഞാൻ അതാണ് ഷാരൂഖ് വന്ന് കലക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ റാപ്പ് പോർഷൻ ജയ്മ എഴുതി. അപ്പം അതിന് ആൻസർ പോലെ വീണ്ടും നമ്മൾ ആ മെയിൽ പെർസ്പെക്റ്റീവിലോട്ട് വരികയാണ്. അപ്പോൾ അവൻ പറയാണ് ഇത് വെറുതെ പുക മാത്രമേ ഉള്ളൂ. കലപില തല പൊളിയണ കളവിത്, ചിരി കളയണ നുണ ഇത് പണി ഇത്. അപ്പം നമ്മളവിടെ ഒരു വാക്കുണ്ട്, ചിരി കളയുക എന്ന് പറയും. അതായത് സന്തോഷം കളയുക എന്നുള്ള രീതിയിൽ. ചിരി വന്നു ചിരി പോയി ഇങ്ങനെ പറയും. പൈസ കിട്ടിയാ ചിരി വന്നടാ എന്ന് ചോദിക്കും നമ്മൾ. നമ്മളവിടെ പിള്ളേർ ചിരി വന്നാ എന്ന് ചോദിക്കും. ചിരി വന്നു, ഓക്കെ ഡാ. ചിരി പോയാ? ചിരി പോയി. അപ്പോൾ ഇതുണ്ട്. അപ്പം ഞാനപ്പോൾ ചിരി കളയണ അപ്പോൾ ഞങ്ങളവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. ചിരി കളയണ നുണ ഇത് പണി ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ എഴുതി വെച്ചേ, പൊത്തിലെ ചെറുതത്ത പോലെ, കൊച്ചിലെ നീ ചത്ത പോലെ. അപ്പം അത് ഞാൻ ഇങ്ങനെ ഒരു, അത് ആ ട്യൂണുമായിട്ട് ബന്ധമൊന്നുമില്ല, വരി ജസ്റ്റ് ഉണ്ടാക്കിയ ട്യൂണുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ എഴുതുക. ഞാൻ ഒരു പൊത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു തത്ത പോലെ, കുഞ്ഞൊരു തത്ത പോലെ, കൊച്ചിലേ തന്നെ നീ ചത്ത പോലെ. അപ്പം അതിൻ്റെ താ സൗണ്ടിങ്ങിനും അതിൻ്റെ അകത്തൊരു ഒരു ഒരു വികാരമില്ലായ്മയുണ്ട്. അപ്പം ഞാൻ ആ വരി എഴുതിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ട്യൂൺ ചെയ്യാം. അപ്പോൾ അവൻ്റെ വൈഫ് തന്നെ പാടിയിരിക്കുന്നത്, പൊത്തിലേ ചെറുതത്ത പോലെ, കൊച്ചിലേ നീ ചത്ത പോലെ എന്ന് പറഞ്ഞു. അപ്പം എടിക്കാട്ടുവാനം പാടി, നീ തോറ്റു തുന്നം പാടി, നീ ആട്ടുകല്ലിൻ ചോട്ടിലൊട്ടണ പൂച്ചാടി, നീ കാലാവധി കഴിഞ്ഞുറഞ്ഞിരിക്കണ വേദന സംഹാരി, അശുഭമംഗളകാരി. അതും നിങ്ങൾക്ക് അവാർഡ് തരേണ്ടതാ, ഈ കാലാവധി കഴിഞ്ഞ വേദന സംഹാരി. അതിലെ ഏറ്റവും നല്ല പ്രയോഗം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കണ്ടുപിടിക്കും. അതിനപ്പുറത്തേക്ക് ഒരു സാധനമില്ല. വേദന സംഹാരി കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. കൊച്ചു പിള്ളേരായിരിക്കും ഒരുപാട് ഫ്രണ്ട്സ് എന്ന് ഞാൻ മനസ്സിലാക്കണം. കാരണം എല്ലാ വാക്കുകളും പിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 90s കിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കാലഘട്ടത്തിൻ്റെ വാക്കുകൾ പിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയത് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രേമലു ഹിറ്റാവുന്ന സമയത്ത് അതിനകത്ത് ഒത്തിരി വാക്കുകൾ പുതുതായിട്ട്, പ്രേമക്കുടു എന്ന് പറയുന്ന വാക്ക്, ഇത് നിങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്ത പ്രേമക്കുടു. അതിനൊരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇപ്പം അങ്ങനത്തെ കുറച്ച് ഇപ്പം കുട്ടിക്കുടിയെ എന്തോരുണ്ട്, ഒന്നുമില്ല, അർത്ഥമൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു സൗണ്ട് ചെയ്യുമ്പോൾ അത് ഞാൻ ഉപയോഗിക്കുന്ന രണ്ടുപേര് പ്രണയത്തിലാകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ടല്ലോ അവരുടെ പ്രൈവസിയുടെ ഇടയിൽ. നമ്മൾ പുറത്ത് ഭയങ്കര സിഗ്മ കളിച്ചിട്ട് അതൊന്നും പറയത്തില്ലെങ്കിലും
രാത്രി ഗേൾഫ്രണ്ടിനെ വിളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ടാവും, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ടേംസ്. നമ്മൾ കുട്ടികളെ വിളിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ടാവും. ഈ പറയുന്ന വാക്കുകളൊക്കെ പ്രേമക്കുടുവൊക്കെ ശരിക്കും ജിബ്രിഷ് ആയിട്ട് എഴുതുന്നതാണോ അതേ ഒരു അർത്ഥം വേണോന്ന് ഉദ്ദേശിച്ച് അല്ല, അങ്ങനത്തെ ഒരു തെലുങ്ക് വാക്കുണ്ട്. ഞാൻ അപ്പൊ തെലുങ്ക് വാക്കുകൾ ഇരുന്ന് നോക്കണം. അപ്പൊ എന്തോ ഒരു തെലുങ്ക്, അപ്പൊ എനിക്ക് അത് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ ഒരു തെലുങ്ക് വാക്ക് അപ്പൊ ഞാൻ അതിനെ ഇങ്ങനത്തേക്കൂട്ട് കൊണ്ടുവന്നു. ഇപ്പം ഇവര് പ്രേമലു എന്ന് പറയുന്നത് അങ്ങനെ ഒരു വാക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാവേണ്ടത് മനസ്സിലാവുകയും ചെയ്തു. തെലുങ്കാണെന്ന് ചോദിച്ചാൽ ആണ്, മലയാളമാണ്. ഇതിനകത്ത് കുറെ സാധനങ്ങൾ ഇപ്പം തെലുങ്കാന, ബൊമ്മലു അല്ല അങ്ങനത്തെ വാക്കുകൾ വെക്കുന്നു. അപ്പം അതെല്ലാം തന്നെ ഗിരീഷും നമ്മൾ പറഞ്ഞിട്ട് ഒരു തെലുങ്ക് സൗണ്ടിങ് വന്നോട്ടെ. തെലുങ്ക് ഭാഷയായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ തെലുങ്ക് എന്താണെന്നുള്ളൊരു ബോധമുള്ള നമുക്ക് വേറെ ഒരു സാധനം ഉണ്ടല്ലോ. നമ്മളിപ്പം കഴിച്ചാച്ചോ എന്നൊക്കെ പറഞ്ഞ് തമിഴാണെന്ന് വിചാരിച്ച് നമ്മൾ പറയുന്ന കുറെ പൊട്ട വാക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലത്തെ സൗണ്ടിങ്. അപ്പം ലൂ സൗണ്ട് ഒക്കെ അവരുടെ എന്തോ ആണെന്നേ, പക്ഷെ അതൊന്നും ഒരു അർത്ഥം ഉണ്ടാവില്ല മിക്കവാറും. അവരുടെ അങ്ങനത്തെ വാക്കുകൾ വെച്ച് പോവാം. അതേപോലെ തന്നെ ഈ ഗായകരെ കിട്ടിയിരിക്കുന്ന പല ടൈപ്പ് ഗായകരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം വിദ്യാധരൻ മാസ്റ്റർ കിട്ടിയതുപോലെ തന്നെ ഇത് പാടാൻ വേണ്ടി ഈ പറയുന്ന മാർക്കോസിനെ കിട്ടുമ്പോൾ പുള്ളിയുടെ ശബ്ദം നമ്മൾ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു കിട്ടിയിട്ടുള്ള കുറെ ഭാഗ്യങ്ങളായിട്ട്. ഉറപ്പായിട്ടും അതിൻ്റെ അത് ജാസിഫിനെയും വൈക്കം വിജയലക്ഷ്മി കിട്ടുക, ആ പാട്ടുകളൊക്കെ ഹിറ്റാണ്. ഡിഫറൻസ് ആണ്, ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ആ പാട്ടുകൾ. അതൊരു ഭാഗ്യമാണ് ഉറപ്പായിട്ടും. ഞാനത് ഇപ്പം ഞാൻ വിഷ്ണുവായിട്ട് വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ജസ്റ്റിനുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും അല്ല ഇപ്പം എല്ലാവരും എന്നോടും കുറേ സജഷൻ ചോദിക്കും, ആര് പാടണം ഇത് എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ അതിൽ ഭയങ്കര കീനാണ്. എനിക്ക് ആര് പാടണം എന്ന് ഞാൻ എപ്പോഴും എന്തെങ്കിലും ആയി, ഇപ്പം നടന്നാലും നടന്നില്ലെങ്കിലും ഞാൻ പറയണത് ഇങ്ങനെ. അപ്പോൾ ചിലപ്പോൾ പറയടാ ബഡ്ജറ്റ് ചിലവില്ല, അല്ലെങ്കിൽ ഇത് നടപടിയാവില്ല, അതിങ്ങനെ ആവില്ല, അങ്ങനെ ആവില്ല. പക്ഷെ എന്നാലും ഞാൻ കോൺസ്റ്റൻ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കും പുതിയ ആൾക്കാരുടെ. അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ സേവ് ചെയ്ത് വയ്ക്കും പാട്ടുകൾ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പാടുന്ന മലയാളികൾ അല്ലെങ്കിൽ അതേപോലെ പാടുന്ന ആൾക്കാർ. അപ്പോൾ നമുക്ക് എവിടെയാണ് അത് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത്, നാളെ ഇതാര് പാടിയാലാണ് കുറെ കൂടെ ചൊവ്വേ നേരെ വരിക എന്നുള്ള ഒരു സാധനം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പം അത് ഞാൻ സജസ്റ്റ് ചെയ്യും. അവന്മാരും പറയും എടാ ഇത് ഇന്ന ആളെ കൊണ്ട് പാടിച്ചാലോ. അപ്പം നമുക്കറിയാം ഇപ്പം ദൈവമേ എന്ന് പറയുമ്പോൾ ആ വിളിയുടെ സൗണ്ടിലുള്ള ഒരു എലമെന്റ് കിട്ടണമെങ്കിൽ അങ്ങനത്തെ വിദ്യാരമാഷിൻ്റെ പോലത്തെ ഒരു സൗണ്ടിലാണ് അത് ഇരിക്കുക എന്ന്, അല്ലെങ്കിൽ മാർക്കോസ് ചേട്ടൻ്റെ സൗണ്ടിലാണ് ഇരിക്കുന്നത്. എനിക്കിപ്പം ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളാണ് ഉഷാ ഉദുപ്പിൻ്റെ സൗണ്ട്. ഞാൻ എപ്പോഴും അടുത്തത് ഞാൻ എവിടെയാണ് അത് കയറ്റുക എന്നുള്ളൊരു സാധനം. കാരണം ഒരു കാലഘട്ടത്തിൻ്റെ നിറഞ്ഞ ഒരു സാധനമാണല്ലോ അത്. വേറെ ഭയങ്കര ഫീച്ചർ എടുത്തറിയുന്ന വോയിസാണ്. അപ്പം അങ്ങനെയുള്ള സാധനം ഞാൻ എപ്പോഴും മനസ്സിൽ വയ്ക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഉഷാ ഉദുപ്പിനെ കൊണ്ട് പാടിക്കുന്നത് എന്തെങ്കിലും ആലോചിച്ച് വെച്ചേക്കെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ എപ്പോഴും ഡിസ്കഷനിലുണ്ട്. അപ്പം അതും ഒരു ബോധപൂർവ്വം ഒരു പരിപാടിയാണ്. ഇപ്പം ജാസി ചേട്ടനെ ഞങ്ങൾ കുറേ നാളായിട്ട് ആലോചിക്കണം, ജാസി ചേട്ടനെ ആയിട്ട് ഒരു സാധനം. ഞാൻ ഇടയ്ക്കൊരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ടായി, ഒരു തമിഴിൽ അതിലൊരു മലയാളം പാട്ട് വേണ്ടി വന്നപ്പോൾ അപ്പോൾ അതിൻ്റെ അകത്ത് ജാസി ചേട്ടന്, അപ്പോൾ ഞാൻ ആ ഒരു പാട്ട് ഒരു പഴയ റിട്രോ സ്റ്റൈല് പാട്ടാണ് വേണ്ടത്. അപ്പോൾ അതിൽ അവർ തമിഴുകാരാണ് മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതുപോലെ കടസീല ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്രിട്ടിക്കലി അക്ലൈംഡ് ഒരു സിനിമ. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു ആര് പാടാം. ഞാൻ പറഞ്ഞു ജാസി ചേട്ടനാണ് അതിന് ഏറ്റവും. അപ്പോൾ അവർ പറഞ്ഞു ജാസി ഗിഫ്റ്റ് അടിപൊളി മറ്റേ മനസ്സിലാണ്. അങ്ങനെ പിന്നെ പാടിച്ചപ്പോൾ നല്ല കളർ വന്നു, വേറൊരു കളർ വന്നു. അപ്പം അത് നമ്മൾ ഉണർത്തുന്ന ഇപ്പോൾ മൊച്ചോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ടല്ലോ, വെരി ഫസ്റ്റ് വൈറൽ കൊണ്ടുവന്ന് ഇല്ലേ, അപാരം. അപ്പോൾ അപ്പം ഞങ്ങൾ ചോദിച്ചു മോഗ്ലി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരാളുടെ സൗണ്ട് നമ്മൾ എങ്ങനെയാണ് അത് ഇമാജിൻ ചെയ്യുക വേറെ അല്ലാതെ. അപ്പം ഒരു ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഓർത്തഡോക്സ് അല്ലാത്ത എന്നുള്ള സ്ഥലത്ത് എത്തിച്ചേരുവാണ്. മലയാളത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് അത്രയും ഓപ്ഷൻ ഇല്ല, നമുക്ക് ഓപ്ഷൻ കുറവാണ്, സൗണ്ട് പാലറ്റുകൾ കുറവാണ്. കാരണം ദാസേട്ടൻ ഒരു കാലഘട്ടം വാഴണത് കൊണ്ട് ഉണ്ടായ എല്ലാത്തിനും അതിൻ്റെ ഡൗൺ സൈഡും ഉണ്ടല്ലോ. അതിൻ്റെ ഡൗൺ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ജോൺറ ഓഫ് മ്യൂസിക്കിൽ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, പക്ഷെ അതിൽ നമ്മളായി. അപ്പം അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര പാടായി, നമുക്ക് അതിനും മറികടക്കാൻ പറ്റില്ല. ഈ ഭയങ്കര സൂപ്പർ ഹിറ്റ് പടങ്ങൾക്ക് ശേഷമുള്ള ഡയറക്ടറുടെ ഒരു ഭാരം ഉണ്ടല്ലോ, അടുത്ത് ഇതിൻ്റെ ടോപ്പ് ചെയ്യാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അൽഫോൺസ് പുത്രൻ അല്ലെങ്കിൽ ആരായാലും ശരി, ശങ്കർ വീണാലും വീഴും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇവർക്ക് ഇതിനെങ്ങനെ ഇപ്പൊ പുലിമുരുകൻ കഴിഞ്ഞു വൈശാഖേട്ടൻ എൻ്റെ അമ്മ ഇതിന് എന്ത് ചെയ്യാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ദാസേട്ടൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിൽ ഇനി അതിനെ ബ്രേക്ക് ചെയ്ത് ആളുകൾക്ക് ഭയങ്കര സാക്രിലീജിയസ് ആയിട്ട് തോന്നുമായിരുന്നു ഒരു സമയത്ത്. വേറൊരു സൗണ്ട് വന്നിട്ട് എന്താണ് ഇവൻ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ചെയ്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സുഖ്വിന്ദർ സിംഗോ ഒരു കൈലാഷ് ഖേറോ
അല്ലെ അങ്ങനെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ജോൺറ സൗണ്ടിങ്ങിൽ പാടുന്ന ആൾക്കാരില്ലാണ്ടായിപ്പോയി. നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് ചട്ടക്കൂടിനകത്ത് കുടുങ്ങി. അപ്പം അതിപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു പാട്ടിൻ്റെ കളറിലും ആ ദാരിദ്ര്യം ഫീൽ ചെയ്യും. നമുക്ക് പാട്ടിൻ്റെ കളർ തമിഴിലൊക്കെ കൊണ്ടുവരും എന്തോരം ടൈപ്പാണ്. ഇപ്പോൾ ശുഭ ഒക്കെ പോലെയുള്ള ഒരു വോയിസ് മലയാളത്തിൽ പാടിയാൽ സമ്മതിക്കത്തില്ല. കാരണം ഇവർ ചോദിക്കുന്നത് ഉടനെ ഇവർ ചോദിക്കും എടീ നായികയ്ക്ക് ഇത് മാച്ച് ആവുന്ന എങ്ങനെയാണ്, ഇവരെന്താണ് ഇങ്ങനെ പാടുന്നേ? പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ ചിന്തിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നിലാപ്പൊങ്കൽ നമ്മൾ ചിന്തിക്കണമല്ലോ. അങ്ങനത്തെ ഒരു രീതിയിലും കൂടെ ചിന്തിക്കണമല്ലോ. പാട്ടുകൾ വേറെ, ഇവർ നായകൻ്റെ ഒക്കെ അപ്പുറത്തും പാട്ടുകൾക്ക് സാധ്യതയുണ്ട്, സ്കോറിൽ സാധ്യതകളുണ്ട്. അപ്പം ഇതിലൊക്കെ ഈ വോയിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം ആ പാലറ്റിൻ്റെ ക്ഷാമം. പക്ഷേ ഞാൻ താങ്ക്ഫുള്ളി ഇപ്പം നമ്മളെത്തിയിരിക്കുന്ന ഒരു ജനറേഷനിൽ അവരും ഓപ്പൺ ടു ദാറ്റ് ഐഡിയ. നമുക്ക് ഇങ്ങനെ ഒരാളെ കൊണ്ടുവരാം, ഓക്കെ എന്ന് പറയുന്നത്. മാറുന്നുണ്ട്, മാറ്റങ്ങൾക്കൊപ്പം പോകും. ഞാൻ വീട്ടുകാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ആരൊക്കെ വീട്ടിലല്ലേ? വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ വൈഫും കുട്ടിയും ആംസ്റ്റർഡാമിലാണ്, ഹോളണ്ടിലാണ്. ഞാൻ ഹോളണ്ടിലാണ്, പോയും വരും, അങ്ങനെ നിൽക്കുകയാണ്. മൊത്തത്തിൽ രണ്ടോളത്തിലും കാല് വെച്ച് നിൽക്കുകയാണ്. കാരണം സിനിമ എന്ന് പറയുന്ന ഒരു ആ ഫീൽഡ് ഇങ്ങനെ ഒരു ഒഴുക്ക് ഫീൽഡാണല്ലോ. എന്താണ് നമ്മളുടെ ഭാവി എന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യാത്തൊരു സ്ഥലം. പക്ഷെ ഇപ്പം ഓക്കെയാണ്, വർക്കുകളുണ്ട്, കാര്യങ്ങളുണ്ട്, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആ പ്രോസസ്സ്. പക്ഷെ എല്ലാവർക്കും സംഭവിക്കുന്നത് പോലെ നാളെ ഇപ്പം എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന മൈൻഡിനേക്കാൾ നാളെ അടുത്ത ആൾ വരും, വേറൊരു ജോൺറ വരും, നമുക്കത് മനസ്സിലാകാത്ത, നമ്മൾ കുറ്റം പറയുന്ന, നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു സുഹൽക്കോയ വരും, അടുത്ത ആൾ വരും. അപ്പൊ നമ്മൾ ഇവരൊക്കെ എന്താണ് ഈ കാണിക്കുന്നത്, ഞാൻ എഴുതിയ മനോഹരമായ സ്ഥലത്തുനിന്ന് അതാവരുത് എന്നുള്ള പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ അപ്പോഴും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞിട എനിക്ക് ഈവൻതോ എനിക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ അത് പബ്ലിക്കിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നമ്മളെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് കറക്റ്റ്. തീർച്ചയായും ആ തോട്ട് പ്രോസസ്സാണ് എനിക്ക് തോന്നുന്നു സുഹേൽ കോയെ ഞാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം. താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ വരട്ടെ. താങ്ക് യു. ഇങ്ങനെ തന്നെ പോട്ടെ. പിന്നെ റാപ്പ് കുറച്ചുകൂടെ ഉഷാറാക്കാം. ഉറപ്പായിട്ടും. അപ്പോൾ ഓക്കെ, കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എപ്പോഴും ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ സംസാരിക്കുന്നതിൽ. കാരണം മറ്റ് ഇന്റർവ്യൂകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ എനിക്ക് ഓപ്പണായിട്ട് മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരിടം, പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരാൾ, ആ കറക്റ്റ് കോൺവെർസേഷൻസ് ലീഡ് ചെയ്യാനുള്ള, പോയിന്റ്സ് ഇടാനുള്ള കഴിവ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഇൻ്റർവ്യൂവും എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ, ഒരുപാട്, ഞാൻ ഇതുവരെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആരും അങ്ങനെ ഒന്നും വിളിച്ചു, 1-2 പേരൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ച് പറഞ്ഞു. കാരണം അത് തരുന്ന സ്പേസ് ആണല്ലോ നമ്മളെ തുറപ്പിക്കുന്നത്. എനിക്ക് സുഹേലിനെ ഇഷ്ടമാണ്. അപ്പോൾ സുഹേലിന്റെ വഴിയിലാണ് ഞാനും. അടിപൊളി അടിപൊളി അടിപൊളി. സുഹേലും മോസിനും ഒക്കെ സീൻ മാറ്റട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ നന്ദിയുണ്ട്. നന്ദി.